ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين، وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا، ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى، جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. صدق الله مولانا العظيم. فقال سيدنا وحبيبنا محمد صلى الله عليه وسلم: من مشى في حاجة أخيه كان خيرا له من اعتكاف 10 سنين. صدق رسول الله. يا سيدي سندي غوثي ويا مددي كن لي ظهيرا على الأعداء بمددي، مجير عرضي وخذ بيدي مدى مددي، خليفة الله فينا محيي الدين. يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹോത്സുകരായ സഹപ്രവർത്തകന്മാർ, നല്ലവരായ സഹോദര സഹോദരിമാർ, ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മെ എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി രണ്ട് ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ മഹത്തായ സദസ്സ് നമുക്ക് കാരണമായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. മഹാനായ സി.എം. വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ആണ്ടിനോടനുബന്ധമായി എല്ലാ വർഷവും ഇവിടെ അനുസ്മരണ പരിപാടികളും നേർച്ചയും സംഘടിപ്പിച്ചു വരാറുണ്ട്. അതോടൊപ്പം ഈ സ്ഥാപനത്തിന്റെ വാർഷിക പരിപാടികളും നടത്തി വരാറുണ്ട്. ഒരു 10 വർഷം മുമ്പ് ഇതുപോലെ ഒരിക്കൽ ഞാനിവിടെ വന്ന് വാത് പറഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല. വിളിച്ചപ്പോൾ വന്നു. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും ഒരുപാട് തവണ വരാനും കൂടാനും കാണാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം വളർന്നു വന്നു. ഈ സ്ഥാപനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇത് സി.എം. വലിയുല്ലാഹി തങ്ങളവറുകളുടെ നാമധേയത്തിലുള്ള സ്ഥാപനമാണ്. കേരളത്തിൽ എവിടെയെല്ലാം സി.എമ്മിന്റെ പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ വളരെ പെട്ടെന്ന് വളർന്നിട്ടുണ്ട്. സി.എം. വലിയുല്ലാഹിയുടെ കറാമത്ത് കൊണ്ട് തന്നെയാണ് സി.എമ്മിന്റെ പേരിൽ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും വളരെ പെട്ടെന്ന് വളർന്നിട്ടുള്ളത്. ഇവിടെയും അൽഹംദുലില്ലാഹ് ഒരു 10-24 വർഷത്തിന്റെ വളർച്ച ഈ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മഹാനവറുകളുടെ ആ ബറക്കത്ത് കൊണ്ട് ഇനിയും നമ്മുടെ സ്ഥാപനത്തിന് അല്ലാഹു വളർച്ച നൽകുമാറാവട്ടെ. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സ്ഥാപനം ഒരു നാട്ടിലുണ്ടായാൽ അവിടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ ശക്തിയുണ്ടാകും. പ്രവർത്തിക്കാൻ ഒരു കേന്ദ്രം ആവശ്യമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അംബിയാ മുർസലീങ്ങളെ അയച്ചപ്പോൾ അവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കേന്ദ്രമായി പരിശുദ്ധ കഅബ മന്ദിരത്തെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരുടെയും കേന്ദ്രമാണ്. എന്നാൽ ഓരോ കാലത്തും മഹാന്മാരായ അമ്പിയാക്കൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചില പ്രത്യേക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ നബിമാരുടെ ചരിത്രം നാം പരിശോധിച്ചാലും അവർ ഓരോ പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങൾ ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധമായ മസ്ജിദുൻ നബവി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുപോലെ കേരളത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് ഇസ്ലാമിക ദഅവത്തിന് വന്നപ്പോൾ ആവശ്യമായ കേന്ദ്രങ്ങളിലെല്ലാം അവർ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഏറ്റവും ആദ്യമായി ആവശ്യമുള്ളത് പള്ളികളാണ് എന്നതുകൊണ്ട് ആദ്യം അവർ പള്ളികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇന്നും ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ പള്ളികളുള്ള പ്രദേശങ്ങൾ പരിശോധിച്ചാൽ ഇന്നും ആ പള്ളികൾ അവിടുത്തെ ദീനീ ദഅവത്തിന്റെ കേന്ദ്രങ്ങളാണ്. അപ്പൊ ഏതൊരു നാട്ടിലും ഒരു സ്ഥാപനം ഉണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പള്ളി ഈ ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടാൽ, സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അതിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവണം. ആ ഉദ്ദേശത്തോടു കൂടി അത് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ ഒരു പള്ളിയാണെങ്കിൽ പോലും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം ദീനീ ദഅവത്തുകൾ നടക്കും, ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കും. നേരത്തെ സ്ഥാപിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ലക്ഷ്യം ഒരു പക്ഷേ ഇല്ലെങ്കിൽ ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് അത്രത്തോളം നടന്നുകൊള്ളണമെന്നില്ല. അവിടെ നിസ്കാരവും ഇഅ്തികാഫും ഖുർആനോത്തും അനുബന്ധമായ കാര്യങ്ങളും നടക്കും. അതിലപ്പുറമുള്ള ദീനീ ദഅവത്തോ പ്രബോധനങ്ങളോ ആ പള്ളികൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പള്ളികൾ സ്ഥാപിക്കുമ്പോഴും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ദീനീ ദഅവത്ത് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ആ മഹത്തായ ലക്ഷ്യം നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ പൂവണിയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും നമുക്ക് ഒരുപാട് പുരോഗതി നൽകുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് ഒരു വ്യതിരക്തതയുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ നാം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്, നാം ഒരുമിച്ച് കൂടിയിട്ടുള്ള, നാം മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ കുടുംബത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കേരളത്തിൽ നമുക്കല്ലാതെ വേറെ ഒരു വിഭാഗത്തിനും ഇല്ല എന്നത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. പിന്നെ നമ്മുടെ ഈ ആദർശവുമായി ബന്ധപ്പെട്ട് ആദർശത്തോട് കൂറുപുലർത്തി നമ്മുടെ അതേ നിലപാടിൽ ലോകത്തെവിടെയെല്ലാം ആരെല്ലാം ഉണ്ടോ അവർക്കും ആ പ്രത്യേകത നിലവിലുണ്ട് എന്നതൊരു സത്യമാണ്. എന്താണ് നമ്മുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതി അംറുല്ലാഹ് ലാ യദുറുഹും മൻ ഖാലഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലം മുമ്പ് ഓർമ്മപ്പെടുത്തിയതാണ്, എന്റെ ഈ സമുദായത്തിൽ ഒരു ത്വായിഫത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഒരു ടീം, ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. ഹത്താ യഅതി അംറുല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ആ ഒരു വിഭാഗം നിലനിന്നുകൊണ്ടിരിക്കും. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ ഗുണം എന്താണ്? അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരക്തത ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ളാഹിരീന അലൽ ഹഖ്, ഹഖിന്മേൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും.
സത്യപ്രസ്ഥാനത്തിന് വേണ്ടി പരസ്യമായി നിലകൊള്ളുന്നവരായിരിക്കും, സത്യ ആദർശങ്ങളെ വെട്ടിത്തുറന്ന് പറയുന്നവരായിരിക്കും, ആരുടെയും മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയുന്നവരായിരിക്കും. ആ വിഷയത്തിൽ അവർ ആരെയും ഭയപ്പെടുകയില്ല. ലാ യദുറുഹും മൻ ഖാലഫഹും, ആരൊക്കെ അതിനെതിര് പ്രവർത്തിച്ചാലും ആരൊക്കെ അതിനെതിരായി വന്നാലും അതൊന്നും ഈ വിഭാഗത്തെ ശല്യം ചെയ്യുകയില്ല, അഥവാ ശല്യം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. എന്ത് ദ്രോഹമുണ്ടാക്കിയാലും എന്ത് ഫിത്നയുണ്ടാക്കിയാലും അതെല്ലാം അതിജയിച്ചുകൊണ്ട് തന്നെ ആ വിഭാഗം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു 10-20 കൊല്ലം മുമ്പത്തെ അവസ്ഥയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. 989-90 കാലഘട്ടത്തിലായിരിക്കും നമ്മുടെ ഈ സ്ഥാപനമടക്കമുള്ള കേരളത്തിലെ ഒട്ടനേകം സുന്നി സ്ഥാപനങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. ഏകദേശം ഇതും ആ കാലയളവിൽ തന്നെയായിരിക്കും സ്ഥാപിച്ചിട്ടുണ്ടാവുക. 90-ലാണ് ഇതും സ്ഥാപിച്ചിട്ടുള്ളത്. 89-90 കാലയളവിൽ സ്ഥാപിതമായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. എന്തിന് ആ സ്ഥാപനങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർന്നു നിൽക്കണം, അള്ളാഹുവിന്റെ ദീൻ ഉയർന്നു നിൽക്കണം, മറ്റെല്ലാ കാര്യങ്ങളെക്കാളും മറ്റെല്ലാ വിഷയങ്ങളെക്കാളും ദീനിന് പ്രാമുഖ്യം നൽകണം, നിലനിൽക്കണം, അത് പ്രചരിപ്പിക്കണം, അതിന് സ്ഥാപനങ്ങൾ വേണം എന്ന നിലയിൽ സ്ഥാപിക്കപ്പെട്ട നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. മർക്കസു സഖാവത്തി സുന്നിയയും ജാമിയ സഅദിയയും ഒക്കെ അതിന്റെ കുറച്ചുകൂടി മുമ്പ് സ്ഥാപിതമായിട്ടുണ്ടെങ്കിലും 989-ലെ SYSന്റെ എറണാകുളം സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ധാരാളം സുന്നി സ്ഥാപനങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനമുണ്ടായത്. മർക്കസ് മോഡൽ സ്ഥാപനങ്ങൾ എല്ലാ ജില്ലകളിലും എന്ന ആശയം 89-ലെ SYSന്റെ എറണാകുളം സമ്മേളനത്തിലാണ് ഉയർന്നു വന്നത്. ആ ആശയത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് സ്ഥാപനങ്ങളായിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് സ്ഥാപനങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. വലിയ വലിയ സ്ഥാപനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ നേതൃത്വം നിർമ്മിച്ചിട്ടുണ്ട്. അള്ളാഹു ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ നമ്മുടെ നേതൃത്വത്തിനും അതിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ ലക്ഷ്യം അള്ളാഹുവിന്റെ ദീനിനെ ഇവിടെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ദീനിനെ ഊതിക്കെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടക്കുന്നു. ദീനിനെ ഊതിക്കെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, ചിലരുടെ വായകൾ കൊണ്ട്, അത് ചിലപ്പോൾ തെറി പറഞ്ഞിട്ടാവാം, ചിലപ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ടാവാം, ചിലപ്പോൾ കോപ്രായങ്ങൾ കാട്ടിയിട്ടാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടാവാം. ചില ആളുകളുടെ വായകൾ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നൂറിനെ ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, അല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികളായിട്ടുള്ളവർ ആരൊക്കെ ഉണ്ടെങ്കിലും അവരേതൊക്കെ വിധേന ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ ദീനിനെ അവൻ പൂർത്തീകരിക്കുമെന്ന് ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ നൂറിനെ പൂർത്തീകരിക്കുന്നവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ശരിക്കും പരിശോധിച്ചു നോക്കിയാൽ 989-90 കാലയളവിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക്, ഇത്തരം സ്ഥാപനങ്ങൾക്ക്, സംഘടനകൾക്കൊക്കെ വലിയ വിഷമങ്ങളായിരുന്നു, വലിയ പ്രതിസന്ധികളായിരുന്നു. ഏത് രീതിയിലുള്ള പ്രതിസന്ധി എന്ന് വെച്ചാൽ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അനുഭവിച്ച പ്രതിസന്ധി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന് അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന്, ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും അവിശ്വാസികൾ എന്ന നിലയിലുള്ളവരായിരുന്നില്ല, വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് തന്നെയാണ് ശത്രുത ഉണ്ടായിരുന്നത്. എത്രത്തോളം? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണ് എന്ന് പറയുന്ന ജൂതന്മാർ, അവരാണല്ലോ ഇന്നും ഇസ്രായേലിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയ കിരാതന്മാരായിട്ടുള്ളവർ. ഫലസ്തീനിനെതിരെ ഇന്ന് അക്രമങ്ങൾ അഴിച്ചുവിട്ട്
ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന അതേ ജൂതന്മാർ, ആ ജൂതന്മാരിൽ നിന്നു തന്നെയായിരുന്നു മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനും ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നത്. മൂസാ നബിയുടെ ആളുകളാണ്, മൂസാ നബിയുടെ അനുയായികളാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിരുന്നവരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് കടുത്ത എതിർപ്പുകൾ ഏൽക്കേണ്ടി വന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഹൂദികൾ കാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ശൈ, യഹൂദികളുടെ വാദം എന്തായിരുന്നു? നസാറാക്കൾ അഥവാ ഈസാ നബിയുടെ അനുയായികൾ അവർക്കൊരു അടിസ്ഥാനവും ഇല്ലാത്തവരാണ്, അവർക്ക് ഒരു സനദും ശരിയായിട്ടില്ലാത്തവരാണ് എന്നായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെ സംബന്ധിച്ച് മൂസാ നബിയുടെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞിരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കുന്നതിന് പകരം, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നതിന് പകരം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എതിർക്കാനും ഈസാ നബിയെ ദ്രോഹിക്കാനും വേണ്ടി ആ കാലഘട്ടത്തിലെ മൂസാ നബിയുടെ പിൻഗാമികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ ശക്തമായി ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹുവിനോട് പ്രത്യേകം സഹായം തേടേണ്ടി വന്നു. വലിയ എതിർപ്പുകൾ വന്നപ്പോൾ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് പ്രത്യേകം സഹായം തേടേണ്ടി വന്നു. മാത്രമല്ല ഈസാ നബി അലൈഹി ഇസ്ലാം അവിടുത്തെ അനുയായികളോട് വളരെ ഗൗരവത്തോടുകൂടി ചോദിക്കുകയുണ്ടായി, മൻ അൻസാരി ഇലല്ലാഹ്, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചോദ്യം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. മൻ അൻസാരി ഇലല്ലാഹ്, ആരുണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ? ആ സമയത്ത് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഹവാരിയുകൾ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം, അവര് കേവലം 12 ആളുകൾ മാത്രമായിരുന്നു. 12 ആളുകൾ ഹവാരിയുകൾ എന്ന അവിടുത്തെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ. ആ ശിഷ്യന്മാര് പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിങ്ങളെ സഹായിക്കാനുണ്ട്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കാം, ഏത് എതിർപ്പുകൾ വന്നാലും എന്തൊക്കെ തരണം ചെയ്യേണ്ടി വന്നാലും തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഹവാരിയുകൾ ഈസാ നബി ഇസ്ലാമിനോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹവാരിയുകളുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും ബഹുമാനപ്പെട്ട ഈസാ നബി ഇസ്ലാമിന് ഉണ്ടായപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വന്നെങ്കിലും മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനും അനുയായികൾക്കും വലിയ വിജയമുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. ഖുർആൻ ആ സംഭവം പറയുന്നത്, ഫആമന ത്വായിഫത്തും മിൻ ബനി ഇസ്രായീല വകഫറ ത്വായിഫ, ബനൂ ഇസ്രായേൽ 2 ചേരിയായി മാറി. ബനൂ ഇസ്രായേൽ 2 വിഭാഗമായി വേർപിരിഞ്ഞു. ബനൂ ഇസ്രായേൽ വേറെയും കുറെ വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 72 സംഘങ്ങളായി, 72 വിഭാഗങ്ങളായി ബനൂ ഇസ്രായേൽ മാറി എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ 2 പ്രധാനപ്പെട്ട ചേരിയായി തീരുകയാണ്. ഏതാണ് 2 ചേരി? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫആമന ത്വായിഫത്തും മിൻ ബനി ഇസ്രായീല വകഫറ ത്വായിഫ, ബനൂ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ത്വായിഫത്ത്, ഒരു വിഭാഗം, അവർ കാഫറായി പോയി, അവിശ്വാസികളായി പോയി. വേറെ ഒരു ത്വായിഫത്ത് അല്ലാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുകയും പ്രവാചകനെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ആമന ത്വായിഫത്തും മിൻ ബനി ഇസ്രായീല വകഫറ ത്വായിഫ. ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ ബനു യാക്കൂബ് അലൈഹിസ്സലാം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരക്കാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്. ആ മഹാനായ യാക്കൂബ് നബി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ പെട്ട ആളുകൾ തന്നെ 2 ത്വായിഫത്തായി ചേരിതിരിഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. അതിൽ ഒരു വിഭാഗം കാഫിറായി പോയി, അവിശ്വാസത്തിലേക്ക് പോയി. നിങ്ങൾ നോക്കൂ, യാക്കൂബ് നബി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ വന്ന ഈ വിഭാഗം അവര് 2 ത്വായിഫത്തായി മാറിപ്പോയി എന്ന് ഖുർആൻ പറയുന്നു. ഒരു വിഭാഗം പ്രവാചകനെ എതിർത്തു. പ്രവാചകനെ എതിർത്താൽ പിന്നെ അവരുടെ സ്ഥിതി എന്താണ്?
പ്രവാചകനെ എതിർക്കുന്നവരുടെ സ്ഥിതി എന്താണ്? അതുകൊണ്ടാണ് വകഫറ ത്വായിഫ എന്ന് അവരെ സംബന്ധിച്ച് പറഞ്ഞത്. ഒരു വിഭാഗം ആളുകൾ പ്രവാചകനെ സഹായിച്ചു കൊണ്ടിരുന്നു. അല്ലാഹു പറയുന്നു ഫആമന ത്വായിഫത്തും മിൻ ബനി ഇസ്രായീല വകഫറ ത്വായിഫ ഫഅയ്യദന الذين آمنوا على عدوهم فأصبحوا ظاهرين. ഒരുപാട് എതിർപ്പുകളും വിഷമങ്ങളും ചീത്തപറച്ചിലുകളും കൊലവിളികളും അക്രമങ്ങളും എല്ലാം ഉണ്ടായി. ബഹുമാനപ്പെട്ട ഈസാ നബി ഇസ്ലാമിനെ തന്നെ കൊല്ലാനുള്ള ശ്രമം നടന്നുവല്ലോ. ആ നിലക്കുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒരു ത്വായിഫത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി ഇസ്ലാമിന്റെ കൂടെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു. ഒരു ത്വായിഫത്ത് ഈസാ നബിയെ കഠിനമായി എതിർത്തുകൊണ്ടിരുന്നപ്പോൾ ഈസാ നബി ഇസ്ലാമിന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ ഈസാ നബിയെ നന്നായി സഹായിച്ചു കൊണ്ടിരുന്നു. അല്ലാഹു പറയുന്നു, അങ്ങനെ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സഹായം നൽകി. അവരുടെ ശത്രുക്കൾക്കെതിരെ വിശ്വാസികളെ അല്ലാഹു സഹായിച്ചു. ആ സഹായം കിട്ടിയപ്പോൾ അവര് പരിപൂർണമായും പരസ്യമായും വിജയം വരിച്ചു. ശ്രീലാളിതരായി മാറി. അവർക്ക് വലിയ വിജയമുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ ഈസാ നബി ഇസ്ലാമിന്റെ ചരിത്ര സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? 1989-90 കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ നേതാക്കളും നമ്മുടെ സംഘടനയുമെല്ലാം അനുഭവിച്ച ത്യാഗങ്ങൾ, വിഷമങ്ങൾ ഓർക്കുമ്പോൾ ഈസാ നബി ഇസ്ലാമിന്റെ ഈ സംഭവത്തെയാണ് നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് ആ എതിർപ്പുകളൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ നമ്മുടെ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമാ തങ്ങളും ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എന്നീ ഉസ്താദും ബഹുമാനപ്പെട്ട കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദും അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങളും സയ്യിദന്മാരും നമ്മോട് ചോദിച്ചു, ആരുണ്ട് സഹായിക്കാൻ? ആരുണ്ട് സഹായിക്കാൻ? അന്ന് നമ്മളൊക്കെ മറുപടി പറഞ്ഞു, നഹനു അൻസാറുല്ലാഹ്. ഖാറൂൻ എന്ന് പറയുന്ന വലിയ മലയുടെ അഹങ്കാരം, അവസാനം ഖാറൂനിന് സംഭവിച്ച വലിയ ദുരന്തമടക്കമുള്ള എല്ലാ സംഗതികളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് എന്തിനാണ്? പിൻതലമുറയിൽ വരുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നമ്മുടെ മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. അവരുടെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തിയ സംഭവങ്ങളെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും അല്ലാഹുവിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷ ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ വിശ്വാസം രൂഢമൂലമാകാനും വേണ്ടിയാണ്. എല്ലാ എതിർപ്പുകളും ഉണ്ടായിട്ടും മഹാന്മാരായ അമ്പിയാക്കൾ വിജയിച്ച ചരിത്രം, അമ്പിയാക്കന്മാരുടെ അനുയായികൾ വിജയിച്ച ചരിത്രം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറന്നുപോട്ടെ എന്ന് വെക്കുകയാണെങ്കിൽ അല്ലാഹു തആല പിന്നെ അത് ഖുർആനിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്കും മുൻകാല ചരിത്രങ്ങൾ ഓർമ്മ വേണം. പൂർവകാല അമ്പിയാക്കളുടെ ത്യാഗങ്ങൾ ഓർമ്മ വേണം. ആ ത്യാഗങ്ങളിലൂടെ നമുക്ക് പുതിയ ഈമാനികമായ ആവേശമുണ്ടാവണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു. മുൻഗാമികളായ അമ്പിയാക്കന്മാർ വരിച്ച ത്യാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. അവരുടെ ശത്രുക്കളെ അല്ലാഹു തആല കൈകാര്യം ചെയ്ത രീതിയും അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് അല്ലാഹുവിന്റെ ദീനിൽ നമുക്ക് വിശ്വാസം ഉറക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ ഗസയില്
ആ ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത സൈന്യം അവിടെ ഫലസ്തീനികൾക്കെതിരെ അക്രമം നടത്തുന്നുണ്ട്. എന്നാൽ ഒരു സഹോദരന്മാരെ, ഇതൊക്കെ ഇടക്കിടക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നത് ശരിയാണ്. ഇടക്കൊക്കെ ഇങ്ങനെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകും. ഒരു ദുരിതവും ഒരു വിഷമവും ഒരു കാലത്തും മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. മുസ്ലിമീങ്ങൾക്ക് എവിടെയും ഒരു കാലത്തും ഒരു വിഷമവും ഒരു ദുരിതവും ഉണ്ടാവൂല എന്ന് പറയാൻ പറ്റില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും തങ്ങളുടെ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കൾക്കും അതാത് കാലത്തെ ശത്രുക്കളിൽ നിന്ന് അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നാടുകൾ വിട്ട് പാലായനം ചെയ്ത് കൂട്ടത്തോടെ പാലായനം ചെയ്ത് പോകേണ്ടി വന്ന സംഭവങ്ങൾ ഇന്നത്തെ മാത്രം സംഭവങ്ങളല്ലാതെ നേരത്തെ തന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, സ്വഹാബത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവിച്ചിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാം അനുഭവിച്ചിട്ടുണ്ട്, യൂനുസ് നബി അലൈഹിസ്സലാം അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ അമ്പിയാക്കൾ എന്നല്ല മിക്ക അമ്പിയാക്കളും നാട് വിട്ട് ഹിജറ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ അമ്പിയാക്കളും അവരുടെ അനുയായികളും കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ നമുക്ക് തോന്നിപ്പോകും, എന്താ ഇങ്ങനെ ഇസ്രായേൽ ഇങ്ങനെ കടന്ന് കയറി അക്രമം നടത്തിയിട്ട് മുസ്ലിം ലോകത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ സാധു ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഖുറൈശികൾ അക്രമം നടത്തിയപ്പോൾ, അതുപോലെ തന്നെ സ്വഹാബത്തിനെതിരെ ഖുറൈശികൾ അക്രമം നടത്തിയപ്പോൾ ആദ്യകാലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചിരുന്നില്ല. പ്രതികരണങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് എന്തുണ്ടായി? പിൽക്കാലത്ത് മുസ്ലിം ലോകത്തിന് വലിയ ശക്തി ഉണ്ടായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അനുവാദം കൊടുക്കുകയും ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ബദറും ഉഹദും ഖന്ദഖും ഖൈബറും അടക്കമുള്ള യുദ്ധങ്ങൾ നയിക്കുകയും ആ യുദ്ധങ്ങളിലെല്ലാം പരിശുദ്ധമായ ദീനിന്റെ വിജയക്കൊടി പറപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കൂ, റോം, പേർഷ്യ പോലെയുള്ള സാമ്രാജ്യങ്ങൾ, ആ സാമ്രാജ്യങ്ങളൊക്കെ ഒരു കാലത്ത് പൂർണ്ണമായും അനിസ്ലാമിക രാജ്യങ്ങളായിരുന്നു, പൂർണ്ണമായും ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ ബുഖാറ, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ റഷ്യയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും അതൊക്കെ പഴയ കാലത്ത് അനിസ്ലാമിക രാജ്യങ്ങളായിരുന്നു. അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ അള്ളാഹുവിന്റെ ദീൻ കടന്നു ചെല്ലുകയും സത്യവിശ്വാസികളുടെ ജൈത്രയാത്രയ്ക്ക് മുമ്പിൽ ആ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിന്റെ കൊടിക്കീർക്കുറയിൽ വഴിയുകയും ചെയ്ത ചരിത്ര സംഭവങ്ങൾ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. എന്തിനേറെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഇസ്ലാമിന് എത്രയോ വലിയ മുന്നേറ്റവും ജൈത്രയാത്രയും ഉണ്ടായി. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ രാജ്യത്തെ ഏകദേശം ഒരു 125-100 കോടിയിലധികം വരുന്ന ജനങ്ങൾ, ആ ജനങ്ങളിൽ വലിയൊരു ശതമാനം, ഒരു 10-40 കോടിയോളം ആളുകൾ ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ, ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടാവാൻ കാരണം പരിശുദ്ധ ഇസ്ലാമിന്റെ ആഗമനവും മഹാന്മാരായ സ്വഹാബത്തിന്റെ വരവും ആ മഹാന്മാരായ സ്വഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് ഇവിടെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചതും കൊണ്ട് തന്നെയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വിഷമങ്ങളുണ്ടായി, ത്യാഗങ്ങളുണ്ടായി, ശരിയാണ്. എന്നാൽ പിന്നീട് ഇസ്ലാമിന് വലിയ ജൈത്രയാത്രയുണ്ടായി. എന്നാൽ ഇനി ഒരു കാലത്തും ഇസ്ലാമിന് ഒരു മുന്നേറ്റവും ഉണ്ടാവില്ല എന്നൊരിക്കലും നമ്മൾ കാണേണ്ടതില്ല. തീർച്ചയായും ഇസ്ലാമിന് വലിയ മുന്നേറ്റം വരാനുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. മഹ്ദി ഇമാമിന്റെ രംഗപ്രവേശത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹ്ദി ഇമാമിന്റെ രംഗപ്രവേശത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹ്ദി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് വലിയ ഇസ്സത്ത് ലഭിക്കും, വലിയ മുന്നേറ്റം ലഭിക്കും, വലിയ വിജയം വരിക്കും. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം
ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ഭൂമിയിലേക്ക് വരാനിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്ത് ഇവിടെ പ്രബോധനം ചെയ്യും. ഇവിടെ പള്ളികൾ ധാരാളമായി ഉയർത്തും, മുസ്ലിമീങ്ങൾക്ക് വലിയ നേതൃത്വം നൽകും. മാത്രമല്ല ഏറ്റവും വലിയ ഫിത്നയായി അന്ന് രംഗത്തുള്ള ദജ്ജാലിനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കഥ കഴിക്കും. മുസ്ലിമീങ്ങൾക്ക് ഇനി ഒരു കാലത്തും ഒരു പുരോഗതിയും ഒരു നേട്ടവും ഒരു മുന്നേറ്റം എവിടെയും ഉണ്ടാവില്ല എന്നൊന്നും ആരും കരുതേണ്ടതില്ല. ഇമാം മഹ്ദിയുടെ വരവിനെ കുറിച്ച് റസൂല് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈസാ നബി ഇസ്ലാമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാലത്ത് ഇന്ന് മുസ്ലിമീങ്ങളെ അറുകൊല ചെയ്യുന്ന എല്ലാറ്റിനെയും നുറുക്കി നുറുക്കി കൊല ചെയ്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം അതിന് പ്രതികാരം ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പല പ്രതിസന്ധികളും പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും പല ഭാഗത്തും ഉണ്ടാകും. ആ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പരമാവധി ക്ഷമിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ദീനിന് വേണ്ടി ക്ഷമ കൊള്ളാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ മുസ്ലിം ലോകത്തിനും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു പ്രത്യേകം ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന لما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ലാഹു തആല പറയുകയാണ്, നമ്മോടൊക്കെ പറയുകയാണ്, അം ഹസിബതും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻ തദ്ഖുലുൽ ജന്ന നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് ഓടിക്കേറി പോകാമെന്ന്, വേഗം സ്വർഗ്ഗത്തിലേക്ക് പാഞ്ഞു കയറി പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും നിങ്ങളുടെ മുൻഗാമികൾക്ക് സഹിക്കേണ്ടി വന്നതുപോലെയുള്ള ത്യാഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നാൽ അത് സഹിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. ത്യാഗങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. അവിടെയാണ് വിശ്വാസിയുടെ ഈമാനിന്റെ പരീക്ഷണം നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് പരിശുദ്ധ ഖുർആനിൽ, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഇഖ്തുലൂ അൻഫുസകും അവ ഇഖ്റുജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും. അല്ലാഹു പറയുന്നു, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഇഖ്തുലൂ അൻഫുസകും നാം അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ, അവർക്ക് നിർബന്ധമാക്കുകയാണെങ്കിൽ, അനിഖ്തുലൂ അൻഫുസകും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കണം, ജീവൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ വെടിയണം എന്ന് നാം അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ, അവിഖ്റുജൂ മിൻ ദിയാരികും ഇന്ന് ഫലസ്തീനികൾ നാട് വിട്ട് പലായനം ചെയ്തു പോകുന്നത് പോലെ നാടും വീടും കുടുംബവും വിട്ട് പലായനം ചെയ്ത് പോകണം എന്ന് പറയുകയാണെങ്കിൽ, അതിനുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ ആരായിരിക്കും അത് ചെയ്യാനുണ്ടാവുക? ആരായിരിക്കും അത് ഏറ്റെടുക്കാനുണ്ടാവുക? അല്ലാഹു പറയുന്നു, മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും. മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും അവരിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾ അല്ലാതെ അത് സ്വീകരിക്കാനുണ്ടാവില്ല, അത് അംഗീകരിക്കാനുണ്ടാവില്ല. ഈമാനൊക്കെ കുറഞ്ഞ ആളുകൾ തൽക്കാലം ശത്രുപക്ഷത്തേക്ക് കൂറുമാറിപ്പോകും, ശത്രുക്കൾക്ക് കീഴടങ്ങിപ്പോകും. മരിക്കാൻ പേടിച്ചിട്ട് അവർ ശത്രുക്കൾക്ക് കീഴടങ്ങിപ്പോകും. അതല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകും. യഥാർത്ഥത്തിൽ പലായനം മരണത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകലല്ല. ഹിജ്റ എന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകലല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കളെ പേടിച്ചിട്ട് മരണത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകലല്ല ഹിജ്റ എന്ന് പറയുന്നത്. പിന്നെന്താണ് ഹിജ്റ? റസൂലും സ്വഹാബത്തും ഹിജ്റ പോയത് മരണത്തെ പേടിച്ചിട്ട് ഒളിച്ചോടിപ്പോയതല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന നാട് വിട്ടു പോകാൻ, അള്ളാഹുവിന്റെ കൽപ്പന മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ,
അങ്ങനെ പോകാൻ പറഞ്ഞപ്പോൾ പോയി. അവിടെ പോയി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ചു, ദീനീ ആവശ്യങ്ങൾ നിറവേറ്റി, ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി, ആ ദീന് മറ്റുള്ളവർക്ക് ദഅവത്ത് ചെയ്യാനുള്ള വിജ്ഞാനം സമ്പാദിച്ചു. അതോടൊപ്പം തന്നെ ശത്രുക്കൾക്കെതിരെ ആവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കി. ഒരു ശക്തിയായി മാറിയപ്പോൾ, ഒരു സൈനിക ശക്തിയായി മാറിയപ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധമായ മക്കയെ ശുദ്ധീകരിച്ചു. മരണത്തിൽ നിന്ന് ഒളിച്ചോടിയവരായിരുന്നില്ല. മരണത്തിൽ നിന്ന് ഒളിച്ചോടിയവരായിരുന്നെങ്കിൽ അവര് പിന്നെ മക്കയിലേക്ക് തിരിച്ചു പോരാൻ കൂട്ടാക്കുകയില്ല. മക്കയിലേക്ക് തിരിച്ചു വരാൻ കൂട്ടാക്കുകയില്ല. അവര് മക്കയിലേക്ക് തിരിച്ചു വന്നു. എന്തിന്? മക്കയിലേക്ക് തിരിച്ചു വന്നത് അള്ളാഹുവിന്റെ ദീൻ അവിടെ പ്രചരിപ്പിക്കാൻ, ദീനിന് സജീവത ഉണ്ടാക്കാൻ, ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, പരിശുദ്ധമായ കഅബാലയത്തെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംരക്ഷിക്കാൻ, അത് ഏറ്റെടുക്കാൻ റസൂലും സ്വഹാബത്തും മക്കയിലേക്ക് തിരിച്ചു വന്നു. നേരത്തെ അവർ മരണത്തിൽ നിന്ന് ഒളിച്ചോടിയവരായിരുന്നെങ്കിൽ തിരിച്ചു വരില്ല. മരിക്കാൻ പേടിച്ചിട്ട് ഒളിച്ചോടിപ്പോയതല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് ഫലസ്തീനികളായ ആളുകൾ അവിടെ നിന്ന് അഭയാർത്ഥികളായി ഓടിപ്പോകുന്നെങ്കിൽ അവര് മരണത്തെ പേടിച്ച് ഓടിപ്പോവുകയാണെങ്കിൽ അവർക്ക് ഹിജറയുടെ പ്രതിഫലമില്ല. ബോംബ് വന്ന് വീഴും, വെടികൊള്ളേണ്ടി വരും, മരിക്കേണ്ടി വരും എന്ന് പേടിച്ച് മരിക്കേണ്ടി വരും എന്ന് കരുതി ഓടിപ്പോവുകയാണെങ്കിൽ ഹിജറയുടെ പ്രതിഫലം അവർക്ക് കിട്ടുകയില്ല. അതേ സമയത്ത് അവര് മാറി താമസിക്കുന്നത് എന്തിന്? അവര് മരിക്കാതെ ജീവിച്ചാൽ അവരിലൂടെ പിന്നെയും ഇസ്ലാം വളരും, അവരുടെ തലമുറയിലൂടെ ഇസ്ലാം വളരും, ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഇസ്ലാമിക ദഅവത്തിന് പിന്നെയും അവർക്ക് സാധിക്കും എന്നല്ല ഒരു സാഹചര്യത്തിൽ തിരിച്ചവർക്ക് ഇങ്ങോട്ട് തന്നെ വരാനാകും. അവർക്കൊരു പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വരാനാകും. ആ രാജ്യത്തെയും പൂർവകാലത്തെ പോലെ ഇസ്ലാമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയോടെ, അതിനുള്ള നിയ്യത്തോടുകൂടിയാണ് അവര് ആ പലായനം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് ഹിജ്റയുടെ പലായനത്തിന്റെ പ്രതിഫലമുണ്ട്. അതേ സമയത്ത് ഓടിപ്പോകുന്ന സമയത്ത് ഞാൻ മരിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് ഓടിപ്പോവുകയാണെങ്കിൽ അതിന് ഹിജ്റയുടെ പ്രതിഫലം ഉണ്ടാവില്ല. ഹിജ്റയുടെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ പലായനം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കാനാണ്, ഈ ഉമ്മത്തിനെ സംരക്ഷിക്കാനാണ് എന്ന നിയ്യത്തോടു കൂടിയായിരിക്കണം. ദുനിയാവിന് വേണ്ടിയാണ് ഹിജ്റയെങ്കിൽ, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യാൻ കരുതിയ ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ എന്തിനു വേണ്ടിയാണോ ഹിജറ പോയത് അതാണ് അവന് ലഭിക്കുക. അതേ സമയത്ത് അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നും കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അവരുടെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്, പലായനമാണ് എങ്കിൽ അത് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന വിഷയമാണെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ഇവിടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. വലൗ അന്നാ കതബനാ അലൈഹിം അനിഖ്തുലു അൻഫുസകും വഖ്റുജൂ മിൻ ദിയാരികും. ദീനിന് വേണ്ടി ജീവനർപ്പിക്കണമെന്ന് പറഞ്ഞാൽ, ദീനിന് വേണ്ടി നാടും വീടും കുടുംബവും വിട്ട് പലായനം ചെയ്തു പോകണമെന്ന് കൽപ്പിച്ചാൽ മാ ഫഅലൂഹു ഇല്ലാ ഖലീലുൻ മിൻഹും, വളരെ കുറഞ്ഞ ആളുകളല്ലാതെ അതിന് തയ്യാറാവുകയില്ല. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീതാ വഇദൻ ലഅതൈനാഹും മിൻ ലദുന്നാ അജ്റൻ അദീമാ വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമാ. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി, അവരോട് കൽപ്പിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ, അവരോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അവരങ്ങ് ഏറ്റെടുത്ത് നിർവഹിക്കുകയാണെങ്കിൽ, അതങ്ങ് ചെയ്യുകയാണെങ്കിൽ, മടി കാണിക്കാതെ അതങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു ലകാന ഖൈറൻ ലഹും, അത് അവർക്ക് വലിയ ഖൈറാകും.
ജീവൻ കൊടുക്കാൻ പറയുമ്പോ ജീവൻ അങ്ങ് കൊടുക്കുക, സ്വത്ത് കൊടുക്കാൻ പറയുമ്പോ സ്വത്തങ്ങ് കൊടുക്കുക, മക്കളെ കൊടുക്കാൻ പറയുമ്പോ മക്കളെ അങ്ങ് കൊടുക്കുക, വീടും സ്വത്തും കൊടുക്കാൻ പറയുമ്പോ അതങ്ങ് വിട്ടുകൊടുക്കുക. എന്ത് കൽപ്പിച്ചോ കൽപ്പിച്ചതങ്ങ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതവർക്ക് ഖൈറായിരിക്കും എന്ന് അല്ലാഹു പറയുന്നു. പിന്നെ അല്ലാഹു പറഞ്ഞു മാത്രമല്ല അവർക്ക് നല്ല ദൃഢതയും ഉറപ്പും അല്ലാഹു അത് മുഖേന നൽകും. അത് അവർക്ക് ദൃഢതക്കും ഉറപ്പിനും കാരണമാകും. മാത്രമല്ല അല്ലാഹു പറയുന്നു ആ സമയത്ത് നാം അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കും. ചെയ്യാൻ പറഞ്ഞത് നിർവഹിക്കുകയാണെങ്കിൽ, കൽപ്പിച്ചത് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ആതീനാഹുമില്ലതുന്ന അജ്റൻ അദീമ, വലിയ പ്രതിഫലം നാം അവർക്ക് കൊടുക്കും. മാത്രമല്ല വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമാ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നാം അവരെ വഴി നടത്തും. സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരെ വഴി നടത്തും. മാത്രമല്ല വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിക്കുകയാണെങ്കിൽ, ഏത് കൽപ്പനയും അനുസരിക്കുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു അവരെ അല്ലാഹു തആല ശുഹദാഇന്റെയും സിദ്ദീഖിന്റെയും അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ സുമലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. വഹസുന ഉലൈക റഫീഖാ. അത് വളരെ അത്യുത്തമമായ ഒരു കൂട്ടായ്മയാണ്, വളരെ അത്യുത്തമമായ ഒരു കൂട്ടായ്മയാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ആ കൂട്ടത്തിൽ SYSകാർ, SSFകാർ, SBSകാർ. അൽഹംദുലില്ലാഹ് വഹസുന ഉലൈക റഫീഖാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുൻഗാമികൾക്ക് സംഭവിച്ചതുപോലെയുള്ള ത്യാഗങ്ങളും വിഷമങ്ങളും സംഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഓടിക്കേറി പോവാമെന്ന്? അല്ലാഹു പറയുന്നു മസ്സത്തുഹുമുൽ ബഅ്സാഉ വൽ-ളറാ. അവരുടെ മുൻഗാമികൾക്ക് അവർക്ക് ധാരാളം എതിർപ്പുകൾ ഉണ്ടായി, ധാരാളം ഇടങ്ങേറുകൾ ഉണ്ടായി, ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. എത്രത്തോളം ആ പ്രവാചകനും കൂടെയുള്ളവരും പറഞ്ഞുപോയി, പ്രവാചകന്മാര് തന്നെ പറഞ്ഞുപോയി. എന്താ പ്രവാചകന്മാര് പോലും പറഞ്ഞത്? മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരിക എന്ന് പ്രവാചകനും കൂടെയുള്ളവരും പറഞ്ഞുപോയി. എന്തുകൊണ്ട്? അവർ വിറപ്പിക്കപ്പെട്ടു. അല്ലാഹു പറയാണ് അവർ കിടകിട വിറപ്പിക്കപ്പെട്ടു പോയി. കാരണം അത്രയും എതിർപ്പുകൾ, അത്രയും അക്രമങ്ങൾ, ആ രീതിയിലുള്ള വലിയ വലിയ വിഷയങ്ങൾ വന്നപ്പോൾ പ്രവാചകനും കൂടെയുള്ളവരും വിറച്ചുപോയി. എന്നിട്ട് അവര് പറഞ്ഞു മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക എന്ന്, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് വരിക എന്ന്. അല്ലാഹു പറഞ്ഞു അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അറിയുക അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്, അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ നമ്മൾ പൊറുതികേട് കാണിക്കാൻ പാടില്ല, നമ്മൾ പൊറുതികേട് കാണിക്കാൻ പാടില്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് ഇതിനേക്കാൾ എത്രയോ വലിയ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അതൊക്കെ സഹിച്ചതിന്റെ പേരിലാണ് അവർ സ്വർഗത്തിലെത്തിയിട്ടുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കണം. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുമരിൽ ഇങ്ങനെ തലക്കൊരു ചെറിയ പുതപ്പ് ചുരുട്ടി തലയിണ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ, അന്ന് മക്കയിൽ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള മഹാന്മാരായ സ്വഹാബിമാര്, ത്യാഗം സഹിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്വഹാബിമാര് വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ അങ്ങ് ഞങ്ങളുടെ വിഷമങ്ങൾ കാണുന്നില്ലേ, ഞങ്ങളുടെ വിഷമങ്ങൾ അറിയുന്നില്ലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ?
ഇസ്ലാമിന്റെ ആദ്യ ഘട്ടത്തിലാണ്. റസൂലുള്ള കഅബ ശരീഫിലേക്ക് ഇങ്ങനെ തലവെച്ചിട്ട് വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന മഹാന്മാരായ സ്വഹാബിമാര് വന്നിട്ട്, ഓ നബിയേ, അങ്ങ് ഞങ്ങളെ കാര്യം കാണുന്നില്ലേ? ഞങ്ങളെ വിഷമങ്ങൾ അറിയുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കൂ സഹാബത്തേ, നിങ്ങൾ ക്ഷമിക്കൂ, ക്ഷമിക്കൂ, നിങ്ങളെ മുൻഗാമികള് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കൂ. മുൻഗാമികളിൽപ്പെട്ട ആളുകളെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നിട്ട് മൂർച്ചയുള്ള വാള് തലക്ക് മുകളിൽ വെച്ചിട്ട്, മൂർധാവിൽ വെച്ചിട്ട് ശക്തന്മാരായ ആളുകൾ അപ്പുറവും ഇപ്പുറവും നിന്ന് വലിച്ച് ഈർന്നിട്ട് ഈ മനുഷ്യനെ രണ്ട് പിളർപ്പാക്കി വീഴ്ത്തിക്കളയുന്നു. എന്നിട്ടും അവര് പതറിയിട്ടില്ല, എന്നിട്ടും അവര് ഇസ്ലാമെന്ന് പുറത്തുപോയിട്ടില്ല, എന്നിട്ടും അവര് തൗഹീദ് വിട്ടുകളിച്ചിട്ടില്ല, എന്നിട്ടും അവര് സുന്നത്ത് ജമാഅത്തിനെ കൈവിട്ടിട്ടില്ല. ആ നിലക്ക് ത്യാഗം അനുഭവിച്ചവരാണ് നിങ്ങളെ മുൻഗാമികൾ. മുഹമ്മദ് റസൂലുള്ളാഹി അവരെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂല് പറഞ്ഞു, മൂർച്ചയുള്ള കൂർപ്പുള്ള ഒരുതരം ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് മാംസം പച്ചയില്ലതാ എല്ലിൽ നിന്ന് വേർപ്പെടുത്തുന്നു. മാംസവും ഇറമാംസവും എല്ലും വേർതിരിക്കുന്നു ജീവനോടെ. ഈ ത്യാഗം അനുഭവിക്കേണ്ടി വന്നപ്പോഴും അവര് പതറിയിട്ടില്ല. മരിച്ചിട്ടുണ്ട്, ശരിയാണ്, മരിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ പരാജയപ്പെട്ടിട്ടില്ല. മരിക്കേണ്ടി വന്നിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടില്ല. മരിച്ചു എന്നത് വെറും പരാജയമല്ല. കാരണം മരണം എന്നുള്ളത് മനുഷ്യന് അല്ലാഹു തആല നിശ്ചയിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. ആർക്കും തന്നെ അതിന് മുമ്പ് കൊല്ലാൻ കഴിയില്ല, ആർക്കും തന്നെ ഒരു സെക്കൻഡ് പിന്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എങ്ങനെ കൊന്നാലും, എത്ര ആളുകൾ മരിച്ചാലും, കുറെ ആളുകൾ മരിക്കുന്നു എന്നത് മാത്രം ഒരു പരാജയമായി കൂട്ടാനില്ല. ഉഹദ് യുദ്ധത്തിൽ സ്വഹാബത്ത് കുറച്ച് കൂടുതൽ ഷഹീദായി പോയിട്ടുണ്ട്. അത് ഇസ്ലാമിന് പരാജയമാണെന്ന് പറയാൻ പറ്റില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമായിരുന്നു, ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഷഹാദത്ത് വരിച്ച ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് അവർക്ക് ലഭിച്ചത്. കാരണം ഷഹാദത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമാണ്. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല, എല്ലാവർക്കും ആ ഭാഗ്യം ലഭിക്കില്ല. ഷഹാദത്ത് വരിക്കാനുള്ള, ഷഹാദത്ത് വരിക്കാനുള്ള അഥവാ ശത്രുവിന്റെ കൈകളാൽ ഷഹീദാകാനുള്ള ആ ഭാഗ്യം അല്ലാഹു തആല നിശ്ചയിച്ച ചിലർക്കേ ലഭിക്കുകയുള്ളത് വലിയ ഭാഗ്യമാണ്. അതല്ലേ ബഹുമാനപ്പെട്ട മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, وإني مسلم فأرجو به عيشا من الله عاليا وألبسني الرحمن من فضل منه لباسا من الإسلام والمساويا. കാല് മുറിക്കപ്പെട്ടപ്പോൾ എന്റെ കാല് മുറിഞ്ഞു പോയല്ലോ എന്ന് കരുതി വേവലാതിപ്പെടുകയല്ല ചെയ്തത്. മറിച്ച് എന്റെ കാല് മുറിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല, കാരണം അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണല്ലോ എന്റെ കാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ദീനിന് വേണ്ടിയാണല്ലോ കാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദർ പോർക്കളത്തിൽ പാടിയത്. ബഹുമാനപ്പെട്ട അല്ലാഹുവിനെ മരത്തിൽ കയറ്റുമ്പോൾ അവിടെ നിന്ന് ചൊല്ലിയതെന്തായിരുന്നു? മുസ്ലിമാ അലാ എനിക്ക് മരിക്കുന്നത് വലിയ പേടിയാണ് എന്നല്ലാക്കുന്നില്ല. പ്പെടുകയാണെങ്കിൽ, ഇസ്ലാമിന് വേണ്ടി മരിക്കുകയാണെങ്കിൽ എനിക്കതൊരു പ്രശ്നമേ അല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഷഹീദായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് അവർക്ക് ലഭിച്ചു എന്നത് വലിയ വിജയമായിട്ട് അവർ കാണുന്നു. ദീൻ എങ്ങനെയാണ് കാണുന്നത് ഷഹാദത്ത് വരിക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ച്? ഇതിനർത്ഥം നമ്മൾ എവിടെയെങ്കിലും പോയി ചാവേറാകണമെന്നോ, എവിടെയെങ്കിലും പോയിട്ട് കുഴപ്പമുണ്ടാക്കണമെന്നോ, എവിടെയെങ്കിലും പോയിട്ട് അക്രമം നടത്തിയിട്ട് ആരുടെയെങ്കിലും വെടിയോ ബോംബോ കൊണ്ടിട്ട് മരിക്കണമെന്നൊന്നുമല്ല. അതേ സമയത്ത് ഒരു നിർണായക ഘട്ടത്തിൽ, ഒരനിവാര്യ ഘട്ടത്തിൽ നമ്മുടെ ജീവൻ ദീനിനു വേണ്ടി അർപ്പിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ മലപ്പുറം ശുഹദാക്കളുടെ മുമ്പിൽ എങ്ങനെ
സാഹചര്യം വന്നു. മുട്ടിയറ ശ്രോതാക്കളുടെ മുമ്പിൽ സാഹചര്യം വന്നു. ചേറൂർ ശ്രോതാക്കളുടെ മുമ്പിൽ സാഹചര്യം വന്നു. താത്തൂർ ശ്രോതാക്കളുടെ മുമ്പിൽ സാഹചര്യം വന്നു. പുല്ലാര ശ്രോതാക്കളുടെ മുമ്പിൽ സാഹചര്യം വന്നു. അനിവാര്യമായ സാഹചര്യങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ അവർ പതറാതെ നിന്നു, നെഞ്ചി വിരിച്ചു നിന്നു. അള്ളാഹുവിനെ ദീനിനെ കാക്കാൻ, അള്ളാഹുവിന്റെ പള്ളിയെ കാക്കാൻ, മുസ്ലിമീങ്ങളുടെ അഭിമാനം കാക്കാൻ നെഞ്ചി വിരിച്ചു നിന്ന മഹാന്മാരായ പൂർവിക ശുഹദാക്കൾ അള്ളാഹുയുടെ ദറജയേറ്റി കൊടുക്കുമാറാവട്ടെ. അവർ ഒളിച്ചോടിയവരല്ല, മരണത്തിൽ നിന്ന് പേടിച്ചോടിയവരല്ല. അവർ മരിക്കുമെന്ന് ഉറച്ചിട്ടും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിന്ന് പൊരുതിയവരാണ്. ആ ഷഹാദത്ത് വരിക്കാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള, ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അല്പം ത്യാഗം സഹിക്കേണ്ടി വരുമ്പോൾ എനിക്കാവില്ല, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇനി ഞാൻ ഒരിക്കലും രംഗത്ത് വരില്ല, ഇനി ഞാൻ പുറകോട്ട് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്, ഞാൻ എല്ലാം വിട്ടുപോവുകയാണ് എന്ന നിലപാട് നമുക്ക് പറ്റില്ല. ഇത് അള്ളാഹുവിന്റെ ദീനിൽ അംഗീകരിക്കപ്പെട്ട വിഷയമല്ല. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വിജയിച്ചത്, അല്ലെ? നമ്മൾ വിജയിച്ചത് അക്രമങ്ങൾ ഉണ്ടായപ്പോൾ, എതിർപ്പുകൾ ഉണ്ടായപ്പോൾ നമ്മൾ ഒരിക്കലും തിരിച്ചു കൊല്ലാനോ തല്ലാനോ ആക്രമിക്കാനോ പോയില്ലെങ്കിലും നമ്മുടെ പ്രവർത്തന രംഗത്ത് നമ്മൾ പുറകോട്ട് പോയില്ല. നമ്മൾ ആരെയും തിരിച്ചാക്രമിക്കാൻ പോയിട്ടില്ല, ആരെയും കൊല്ലാൻ പോയിട്ടില്ല. ഇങ്ങോട്ട് നാലഞ്ചെണ്ണത്തിനെ കൊന്നപ്പോഴും നമ്മൾ പകരം വീട്ടാൻ പോയിട്ടില്ല, ഇങ്ങോട്ട് അടിച്ചപ്പോഴും നമ്മൾ അടിക്കാൻ പോയിട്ടില്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മളെ പ്രവർത്തനത്തിൽ നിന്ന്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തന ഗോതയിൽ നിന്ന് ഒരു അളവ് നമ്മൾ പുറകോട്ട് പോയില്ല. നേരത്തെ നമ്മൾ ദീനിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മൾ ബോർഡുകൾ സ്ഥാപിച്ചപ്പോൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മൾ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മൾ ബൈക്ക് പ്രചരണം നടത്തിയപ്പോൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മൾ പ്രസംഗിച്ചപ്പോൾ നമുക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ഊക്കുവിളികൾ ഉണ്ടായിരുന്നു, കല്ലേറുകൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ പിറകോട്ട് പോയില്ല. ലാ യദുറുഹും മൻ ഖാലഫഹും, ലാ യദുറുഹും മൻ ഖാലഫഹും. ആരൊക്കെ എങ്ങനെയൊക്കെ എതിര് നിന്നാലും ഒരിക്കലും പിറകോട്ട് പോകാതെ ദീനിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ത്വായിഫത്തുണ്ടാകുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഭാഗം അത് നമ്മളാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ രംഗത്ത് പിടിച്ചു നിന്നപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിജയം അള്ളാഹു എടുത്തു പറഞ്ഞതുപോലെ ഒരു കാര്യം ഉറപ്പാണ്: നമ്മുടെ പ്രസ്ഥാനത്തിന് വിജയമുണ്ടായിട്ടുണ്ട്, നമ്മുടെ നേതൃത്വത്തിന് വിജയമുണ്ടായിട്ടുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വിജയമുണ്ടായിട്ടുണ്ട്, നമ്മുടെ സംഘടനകൾക്ക് വിജയമുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് ആരും ഒന്നും പറയുന്നില്ലെന്നോ ആരും ഒന്നും ചെയ്യുന്നില്ലെന്നോ അല്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, ചെയ്യുന്നവർ ചെയ്തോട്ടെ. പക്ഷേ അതൊന്നും മുമ്പ് പ്രശ്നമാക്കിയിട്ടില്ല എന്നതുപോലെ ഇനിയും നമ്മളതൊന്നും പ്രശ്നമാക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് നമ്മുടെ സ്ഥിതി. ആ നിലയ്ക്ക് ഏത് കാലത്തും വരുന്ന എതിർപ്പുകളെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഉറച്ചു നിന്ന് ദീനിന് വേണ്ടി പൊരുതി മുന്നോട്ട് പോകാൻ നമ്മളും നമ്മുടെ നേതൃത്വവും തീരുമാനിച്ചപ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടായി. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടായി. നമുക്ക് സ്ഥാപനങ്ങൾ ധാരാളം വന്നു, വലിയ വലിയ സ്ഥാപനങ്ങൾ. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, മർക്കസു സഖാഫത്തി സുന്നിയ 978 തുടങ്ങുമ്പോ 25 കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാ. 25 കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാണല്ലേ മർക്കസ്. ആ മർക്കസിൽ ഇന്ന് കുട്ടികളുടെ എണ്ണം 25,000-ഓളം ആയില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 25,000-ഓളം മക്കൾ പഠിക്കുന്ന സ്ഥാപനമായി മർക്കസ് മാറിക്കഴിഞ്ഞില്ലേ? നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഒരു പള്ളിയിൽ മുദരിസായി കഴിഞ്ഞുകൂടുന്നതിന്റെ ഇടയില് അവിടെ ഒരു ജമാഅത്തുകാരനായ ആൾക്ക് മയ്യത്ത് നിസ്കരിക്കാത്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അവിടെ ഇറങ്ങിപ്പോരേണ്ടി വന്നത്, അല്ലേ? ബഹുമാനപ്പെട്ട കോണാമ്പാറ മുദരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീൽ ബുഖാരി തങ്ങൾ അവിടുത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വിസമ്മതിച്ച് മാറി നിന്നതിന്റെ പേരിലാണ് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. അവിടെ ഇറങ്ങിപ്പോന്നിട്ട് എന്തുണ്ടായത്? ബഹുമാനപ്പെട്ട തങ്ങൾ ഈ കഴിഞ്ഞ 27-ാം രാവിന്റെ പരിപാടിയിടെന്ന് പറഞ്ഞല്ലോ, തുടങ്ങുന്ന സമയത്ത് മൊത്തം 200-ലധികം കുട്ടികളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടികളുടെ എണ്ണം 20,000 കവിഞ്ഞിരിക്കുന്നു. 20,000 കുട്ടികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം മുനിസിപ്പാലിറ്റിയില് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പറയാൻ പറ്റിയ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. ഉള്ള പള്ളികൾ പലതും വഹാബികളും ജമാഅത്തുകാരും പിടിച്ചടക്കി വെച്ചുപോയി. മലപ്പുറത്ത് തന്നെ ഒരുപാട് പള്ളികൾ സുന്നി വിരുദ്ധർ കൈയടക്കി പോയിട്ടുണ്ട്.
കോഴിക്കോട് മുഹിയുദ്ദീൻ പള്ളി, പട്ടാളപ്പള്ളി, ഷാദുലിപ്പള്ളി തുടങ്ങി 12ഓളം പള്ളികൾ കോഴിക്കോട് നഗരത്തിൽ ഇസ്ലാം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കള്ള രജിസ്ട്രേഷനിലൂടെയും കേസുകളിലൂടെയും മറ്റും തട്ടിയെടുത്തു പോയെങ്കിൽ മലപ്പുറത്തും സ്ഥിതി അത് തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു 20 കൊല്ലം മുമ്പ് മലപ്പുറത്ത് കുന്നുമ്മൽ വന്നിറങ്ങിയാൽ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ ആസ്ഥാനം എന്നൊക്കെ പറയുന്ന മലപ്പുറത്ത് കുന്നുമ്മൽ വന്നിറങ്ങിയാൽ കണ്ടിരുന്നത് എന്തായിരുന്നു? ക്രിസ്ത്യാനികളുടെ കുരിശായിരുന്നു അല്ലെ? അവരെ വലിയ ചർച്ചും കുരിശുമായിരുന്നു മലപ്പുറത്ത് നെറുകയിൽ നിന്നിരുന്നതെങ്കിൽ ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിന്റെ ടൂറിസത്തിന്റെ ഭൂപടത്തിൽ പോലും മസ്ജിദ്, ഗ്രാൻഡ് മസ്ജിദ് രേഖപ്പെട്ടുപോയി. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ മാത്രം വലിപ്പമുള്ള ഏറ്റവും വലിയ കേന്ദ്രമായി ഗ്രാൻഡ് മസ്ജിദ് മലപ്പുറത്ത് വന്നു കഴിഞ്ഞു. ഒന്നല്ല, മറ്റൊരു ഗ്രാൻഡ് മസ്ജിദിന് കൂടി ഇപ്പോൾ തറക്കല്ലിട്ടിരിക്കുന്നു. അള്ളാഹു അത് വേഗം പൂർത്തിയാക്കി തെരുമാറാവട്ടെ. മനസ്സിലാക്കണം, കോണമ്പാറ പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ അങ്ങോട്ട് പിരിച്ചുവിടുമ്പോ ആ പിരിച്ചുവിടുന്ന ആളുകൾ കണക്കുകൂട്ടിയത് എന്തായിരിക്കുന്നു? അവര് വിചാരിച്ച് തങ്ങൾ ഇവിടുന്ന് പെട്ടിയെടുത്തിട്ട് മൂടും തട്ടിയിട്ട് കുട്ടികളെയും കൊണ്ട് നാട് വിട്ട് ഓടിപ്പോകുമെന്നായിരുന്നു കരുതിയിട്ടുണ്ടാവുക. എന്നാൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ഓക്കെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ ആത്മീയ നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടെ പോയി അവിടെ തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ ശക്തമായ നേതൃത്വവും അവിടുത്തെ ആത്മീയമായ പവറും ഉണ്ടായപ്പോൾ മലപ്പുറത്തിന്റെ മുഖച്ഛായ മാറിക്കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും മുജാഹിദിന്റെയും സ്കൂൾ ബസ്സുകളായിരുന്നു തലങ്ങും വിലങ്ങും മലപ്പുറം ടൗണിലൂടെ ഓടിയിരുന്നതെങ്കിൽ ഇന്ന് മഅദിൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ബസ്സുകൾ, നിരവധി ബസ്സുകൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ അവിടുത്തെ മലപ്പുറത്തെ ജമാഅത്തും മുജാഹിദും ഒക്കെ ഉള്ളിൽ ഔങ്ങിപ്പോയിരിക്കുകയാണ്. അവർക്കൊന്നും പുറലോകം കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാ ഞാൻ എടുത്തു പറഞ്ഞത്? ഇതെന്തിനാ നാം എടുത്തു പറഞ്ഞത്? ഒരു കാലത്ത് സുന്നത്തിയമായത്ത് പറയാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ സ്ഥാപനങ്ങൾ വളർന്നു വന്നപ്പോൾ, നമ്മുടെ നേതാക്കന്മാരുടെ ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നമുക്ക് വലിയ അന്തസ്സും ഇസ്സത്തും ഉണ്ടായി. നമുക്കറിയാമല്ലോ, കുറ്റിയാടിയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നടത്തിയ ജൈത്രയാത്രയും മുന്നേറ്റവും ജമാഅത്തെ ഇസ്ലാമിയും ജാഹിദുകളും ക്യാമ്പ് ചെയ്തു വെച്ചിരുന്ന സ്ഥലം എത്രയോ പഞ്ചായത്തുകൾ, കിലോമീറ്ററുകൾ ഒന്നിച്ചവർ കൈയടക്കി വെച്ചിരുന്നെങ്കിൽ ഇന്ന് കുറ്റിയാടിയില് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ കഷായത്തിൽ കൂട്ടാൻ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നേതൃത്വത്തിന്റെ ഉണർന്നുള്ള പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിന്റെ സഹായത്താൽ നമുക്ക് ഒരുപാട് മുന്നേറ്റം ഉണ്ടായി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 89 ശേഷം ഉണ്ടാക്കിയതാണ്. ഈ നേട്ടങ്ങളൊക്കെ തന്നെയും, ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ 89 ശേഷം ഉണ്ടായതാ. എന്തിനാ ഞാൻ എടുത്തു പറയുന്നത്? 89-90 കാലഘട്ടത്തിൽ നമുക്ക് എതിർപ്പുകൾ രൂക്ഷമായപ്പോൾ, ശക്തമായപ്പോൾ അതിനെ നമ്മൾ സ്ഥാപനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നേരിട്ടു, സംഘടനകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നേരിട്ടു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളും വളർന്നു, സംഘടനകളും വളർന്നു. നമുക്കറിയാമല്ലോ, കേരള യാത്ര അതിന്റെ ഏറ്റവും വലിയൊരു നിദർശനമാണ്. സുന്നി സംഘ കുടുംബം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ആ തിരുവനന്തപുരത്ത് സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞ് പരിസര പ്രദേശങ്ങൾ മുഴുവനും ജനനിബിഡമായി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. ഒരു നേതൃത്വം, ഇത്രയും വലിയൊരു നേതൃത്വം കേരളീയ മുസ്ലിം സമുദായത്തിന് വേറെ ആരുണ്ട്? എല്ലാവരും സംശയിച്ചു. ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല, അത് ഉറപ്പന്നെ, യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വം, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വം, ബഹുമാനപ്പെട്ട MA ഉസ്താദിന്റെ നേതൃത്വം, ആ നേതൃത്വമാണ് മുസ്ലിം കേരളത്തിന്റെ നേതൃത്വമെന്ന് അന്യ സമുദായക്കാര് വരെ വ്യക്തമായി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത മഹാസംഭവമായിരുന്നല്ലോ കേരള യാത്ര. അത് നമ്മുടെ സംഘടനാ മികവിന്റെ, സംഘടനാ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയൊരു നിദർശനമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ എന്റെ പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് നിങ്ങളതൊക്കെ ഉൾക്കൊള്ളുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ മുന്നേറ്റമാണ് നമ്മൾ ഈ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളിൽ നന്നായി കണ്ടത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദ്, അല്ലാഹു ഇനിയും ദീർഘായുസ്സ് കൊടുക്കട്ടെ, അല്ലാഹു ഇനിയും ഒരുപാട് ആഫിയത്ത് കൊടുക്കട്ടെ. ഈ കഴിഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുർക്കിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പങ്കെടുത്ത അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം
ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വലിയ വലിയ പണ്ഡിത പ്രതിഭകൾ പങ്കെടുത്ത, ലോകരാഷ്ട്രങ്ങളുടെ നായകന്മാര് പങ്കെടുത്ത ആ സമ്മേളനത്തിന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായി എടുത്തു കാണിക്കപ്പെടുന്ന നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് തന്നെയായിരുന്നു. യാതൊരു സംശയവുമില്ല. അള്ളാഹു ഇനിയും ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, ഇനിയും ഉയർച്ച. ഓരോ രാജ്യങ്ങളും കടന്ന് പുതിയ പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, അയൽ രാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, എന്തിനേറെ ആഫ്രിക്കയിൽ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെയും ഒക്കെ അവരുടെയൊക്കെ ആ ജൈത്രയാത്രകൾ നമ്മുടെ സമുദായത്തിന് വലിയ ഇസ്സത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അനുഭവിച്ച ആ ത്യാഗം, ഹവാരിയുകൾ അനുഭവിച്ച ത്യാഗം, അത് പിന്നീട് അവർക്ക് വലിയ വിജയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചെങ്കിൽ, ഒരു കാലത്ത് നമ്മൾ അനുഭവിച്ച ത്യാഗത്തിന് പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നേതൃത്വത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും നമ്മുടെ സംഘടനകൾക്കും ഇസ്സത്ത് തന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിനെയും ഉയർച്ച നൽകുമാറാവട്ടെ. പഴയ കാലത്ത് നമുക്ക് ഒരുപാട് പണിയെടുക്കണമായിരുന്നു. മുജാഹിദിനെ നോക്കണം, ജമാഅത്തേരെ നോക്കണം, തബ്ലീഗുകാരെ നോക്കണം, കള്ളത്തൊരീക്കത്തുകാരെ നോക്കണം, എല്ലാ പേഴ്സ കക്ഷിന്റെയും പിന്നാലെ കൂടണം. അങ്ങനെ നിരന്തരം വാദപ്രതിവാദങ്ങള്, മുഖാമുഖങ്ങള്, ഗണ്യന പ്രസംഗങ്ങള്, തെരുവുകൾ മുഴുവനും എപ്പോഴും ശബ്ദ കോലാഹലങ്ങളായി മാറിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആ പണി ഏറെക്കുറെ അവര് തമ്മ തന്നെ നടത്തുന്നത് കൊണ്ട് നമുക്ക് കുറെ എളുപ്പമാണ്, അല്ലെ? ഇപ്പൊ മുജാഹിദ് തന്നെ തമ്മിൽ വാദപ്രതിവാദാണ്. അതുപോലെ തന്നെ ഓരോ വിഭാഗവും ഇങ്ങനെ ഗ്രൂപ്പുകളായി പിരിഞ്ഞ് അവര് തമ്മിൽ തന്നെ വാദപ്രതിവാദങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ രംഗത്ത് നമുക്ക് കുറച്ച് സമാധാനമുണ്ട്. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല, നമുക്ക് പിന്മാറാനായിട്ടില്ല. വഹാബി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയം പാടെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. അത് ആഗോള തലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധമായ മദീനയിലൊക്കെ പോയാൽ നമുക്കത് ബോധ്യപ്പെടും. മക്കയിലും മദീനയിലൊക്കെ നേരത്തെ വഹാബി ആശയങ്ങൾക്ക് കുറച്ചൊക്കെ അംഗീകാരം ഉണ്ടായിരുന്നു, കുറച്ച് പവർ ഉണ്ടായിരുന്നു ഇവിടുത്തെ മുത്തവ്വമാർക്കൊക്കെ. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ അല്ലാഹു തൗഫീഖ് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വില കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ 2 വർഷം പരിശുദ്ധ കഅബ ഷരീഫ് കഴുകുന്ന ചടങ്ങിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ മഹാനായ യൂസുഫുൽ ജീലാനി 2 തവണ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ ആ കഅബ കഴുകൽ ചടങ്ങിൽ സംബന്ധിച്ച് പുറത്തിറങ്ങുന്ന ചിത്രം നമ്മൾ കാണുകയുണ്ടായി. പഴയ കാലത്താണെങ്കിൽ നമ്മളൊരു പ്രതിനിധി അവിടെ ഉണ്ടാവോ? നമ്മളൊരു സുന്നി അതിനുണ്ടാവോ? ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്കതിന് സാധിക്കുന്നത്, നമ്മുടെ നേതൃത്വത്തിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സംഗതിയും ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല, ഒരു സിയാറത്ത് മര്യാദക്ക് നടത്താൻ അനുവദിക്കില്ല. ഇപ്പൊ അവിടെ ചെന്ന് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, സിയാറത്തിന് വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ധാരാളമായി ഒരുക്കിയിരിക്കുകയാണ് അവിടുത്തെ ഭരണകൂടം. എന്തിനേറെ, ഉഹദ് പർവ്വതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധവേളയിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ വിശ്രമിച്ച സ്ഥലം, അതുപോലെ തന്നെ ഇവിടുത്തെ മുമ്പല്ല് പൊട്ടിവീണ സ്ഥലം, അവിടുത്തെ രക്തമുറ്റിയ സ്ഥലം, ഇതൊക്കെ നേരത്തെ അതൊന്നും ചരിത്രത്തിലില്ല, അതൊന്നും അറിയൂല എന്ന് പറഞ്ഞിരുന്ന സ്ഥലമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് തന്നെ അതൊക്കെ പൂർണ്ണമായി സംരക്ഷിച്ച് അതൊരു ചരിത്ര രേഖകളായി നമ്മുടെ മുമ്പിൽ എടുത്ത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജന്നത്തുൽ മുഅല്ലയില് ചെന്നാൽ ഖദീജ ബീവിയുടെ അടുത്ത് ചെന്നാൽ സിയാറത്ത് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. സലാം പറഞ്ഞു പോരാന്നല്ലാതെ ഒരു ദുആ നടത്താൻ പോലും സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ അല്ലാഹു തൗഫീഖ് കൊണ്ട് അവിടെ പോയി നീണ്ട ദുആ നടത്താന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോ നന്നായി മൗലൂദ് നീണ്ട സമയം അവിടെ നിന്ന് ഓതിയിട്ടുണ്ട്. കുറെ വിദേശികളായ ആളുകൾ ഉണ്ടായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിടത്തിൽ മൗലൂദ് ഓതാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അവിടങ്ങളിൽ വരുന്ന മാറ്റമാണ്. ആഗോള തലത്തിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന് വലിയ മുന്നേറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഇനിയും വിജയം നൽകുമാറാവട്ടെ. അതിന്റെ ഒക്കെ പിന്നിലെ ഒരു വലിയ ശക്തി ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് തന്നെയാണ്. ലോകത്ത് അവിടത്തേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരവും ബഹുമതിയും അതിന് കാരണമാണ്. അല്ലാഹുവേ, ഇനിയും നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, ഇനിയും ഉയർച്ച കൊടുക്കണേ അല്ലാ. CM വലിയുല്ലാഹി തങ്ങൾ നവറല്ലാഹു മർഖദഹു എറണാകുളത്തെ സമ്മേളനത്തിന്റെ കാര്യത്തിൽ CM-മായി മുശാവറ ചെയ്യുമ്പോ
താജുൽ തങ്ങളോട് CM വലിയുള്ളാഹി പറഞ്ഞത് എന്താലൽ ഹക്ക്, തങ്ങളെ നിങ്ങൾ ഹക്കിന്മേലാണ് നിലകൊള്ളുന്നത്, അതുകൊണ്ട് സധൈര്യം നിങ്ങൾ സമ്മേളനത്തിന് പോയിട്ട് സുന്നത്തിയമായിട്ട് നന്നായി പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങൾ 989 ആശീർവദിച്ച് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടുത്തെ ആശീർവാദം ഇന്നും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നിലനിൽക്കുന്നു. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട മഹാനായ CM അവരുടെ ദറജ നീ എത്തിക്കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരുവുകളിലെ വാദപ്രതിവാദങ്ങൾക്കും ഖനന പ്രസംഗങ്ങൾക്കൊക്കെ കുറച്ചൊരു ചെറിയ ശമനം, അല്ലെ, ഒരു ചെറിയ ശമനം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചെറിയ ശമനം വന്നിട്ടുണ്ട്. അത്രയും കാലം നമ്മൾ പൊരുതന്നെയായിരുന്നു. ഇനിയും നമ്മൾ പിന്മാറണമെന്നല്ല ഞാൻ പറയുന്നത്. ആ രംഗത്ത് ഒരിക്കലും നമ്മൾ പിന്മാറിക്കൂടാ. എപ്പോഴും നമ്മൾ ധീരമായി തന്നെ മുന്നോട്ട് നീങ്ങാൻ നമ്മൾ റെഡിയായി നിൽക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദും വനിയ്യ. മക്ക ഫത്ഹായി കഴിഞ്ഞാൽ പിന്നെന്തില്ല, ഹിജ്റയില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, എപ്പോഴും മനസ്സിൽ ഒരു നിയ്യത്ത് വേണം. വലാകിൻ ജിഹാദും വനിയ്യ. വൈദസ്തുംഫിർതും ഫൻഫിറു. എപ്പോഴാണോ നിങ്ങളോട് പുറപ്പെട്ടോളൂ നിങ്ങൾ എന്ന് പറയുന്നത്, അഥവാ യുദ്ധമുന്നണിയിലേക്ക് ഇറങ്ങാൻ എപ്പോഴാണോ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടുന്നതെങ്കിൽ അപ്പൊ പുറപ്പെടാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ റെഡിയായി ഒരുങ്ങി നിന്നുകൊള്ളണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നമ്മളിപ്പോഴും എന്ത് വേണം? വിദഅത്തുകാർക്കെതിരെ, വഹാബികൾക്കെതിരെ, മൗദൂദികൾക്കെതിരെ, എല്ലാ പിഴച്ച വിശ്വാസികൾക്കെതിരെയും ശക്തമായി ധീരമായി എപ്പോഴും റിബാത്തിന്റെ മനോഭാവത്തോടുകൂടി നമ്മൾ നിലക്കൊണ്ടിരിക്കണം. ആവശ്യമുള്ളിടത്ത് നമ്മൾ വേണ്ടത് ചെയ്യണം. പക്ഷേ എല്ലാവരും ഈ ജിഹാദിന്, എല്ലാവരും ഈ വാദപ്രതിവാദത്തിന്, എല്ലാവരും ഈ മുഖീകരണ പ്രസംഗത്തിന് അങ്ങനെ ആയാൽ നമുക്കൊരുപാട് വിഷയങ്ങൾ വേറെയും ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈനിക മുന്നണിയിലെ കുറച്ച് ആളുകളെ നമ്മൾ വേറെ ചില വഴിക്ക് തിരിച്ചു വിടുകയാണ്, അല്ലേ? അങ്ങനെയുണ്ടല്ലോ, ചില സമയത്ത് സൈന്യം വെറുതെ ഇരിക്കുമ്പോ, പട്ടാള ക്യാമ്പിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അവർക്ക് വേറെ ചില പണി കൊടുക്കും. അങ്ങനെയല്ലേ? എപ്പോഴും കലാപങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവില്ലല്ലോ. അപ്പൊ സൈന്യത്തിന് ചില പണികൾ വേണം. ആ പണി എന്താ? നിങ്ങൾ നോക്കൂ, നമ്മുടെ കോഴിച്ചനയിലും അതുപോലെ മലപ്പുറത്തും പല സ്ഥലത്തും ക്യാമ്പ് ചെയ്തിരിക്കുന്ന പട്ടാളക്കാര് അവരെവിടെയെങ്കിലും കലാപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ അവരെ വിന്യസിക്കും. അതേ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ അവരെ കൊണ്ടൊരുപാട് ജനസേവനങ്ങൾ സർക്കാർ ചെയ്യിപ്പിക്കും, അല്ലെ? ഒരുപാട് ജനസേവനങ്ങൾ ചെയ്യിപ്പിക്കും. എന്നതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രസ്ഥാന മുന്നണിയില് എപ്പോഴും സൈനിക ആവേശത്തോടുകൂടി തന്നെ ധീരമായി തന്നെ സുന്നത്തിയമായത്തിന്റെ എതിരാളികൾക്കെതിരെ പല്ലും നഖവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മൾ, ശത്രുക്കളുടെ അരങ്ങേറ്റത്തിന് ചെറിയൊരു അറുതി വരുമ്പോ ആ ഇടവേളയിൽ എന്ത് ചെയ്യും? നമ്മൾ സാമൂഹിക സേവനം ചെയ്യും. സാമൂഹിക സേവനത്തിന് നമ്മൾ അവസരം കണ്ടെത്തും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവസരം കണ്ടെത്തും. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ളത് ഏറ്റവും പ്രധാനമായി ആ പ്രവർത്തനങ്ങളാണ്. ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയാണ് ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആവശ്യമായി വരുന്ന സമയത്ത് എല്ലാ ബറ്റാലിയനുകളെയും നേരത്തെയുള്ളതുപോലെ തന്നെ ഈ ആശയങ്ങൾക്കെതിരെ, വിധേയ കക്ഷികൾക്കെതിരെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും. ആവശ്യമുള്ളിടത്തൊക്കെ അത് ചെയ്യും. പക്ഷേ ആ സൈനിക ശക്തി ഇപ്പോൾ നിർവീര്യമാവാതെ അവർ വെറുതെ ഇരിക്കണ്ട എന്ന നിലക്ക് അവർക്ക് സാമൂഹിക സേവനം ഒരു വലിയ കർമ്മമേഖലയായി നൽകിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ധാരാളം ഭവന നിർമ്മാണങ്ങൾ നടക്കുന്നു, നാം ഏറ്റെടുത്തിരിക്കുന്നു. ധാരാളം പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. 10,000-കണക്കിന് രോഗികൾക്ക് ശുശ്രൂഷ നൽകാൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആതുര സേവന ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നന്നായി നിർവഹിക്കാൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വീടുകളിൽ രോഗികളായി പോയി പരിചരിക്കുന്ന നല്ല സേവനത്തിൽ സാന്ത്വനം വളണ്ടിയർ കോറുകൾ നിലവിൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം വളണ്ടിയർമാരുടെ സേവനം
നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ 1000-ലധികം വളണ്ടിയർമാർ നിതാന്ത ജാഗ്രതയോടുകൂടി ആതുര സേവനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മലപ്പുറം ജില്ലാ SYSന്റെ നേതൃത്വം എന്ന നിലയിൽ ഞങ്ങളും അവിടെ 300-ലധികം വളണ്ടിയർമാരെ സജ്ജീകരിച്ച് അവർ പ്രവർത്തന സജ്ജമായിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് പാവങ്ങളെ, ദുരിതമനുഭവിക്കുന്ന സാധുക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. 10,000-ങ്ങൾക്ക് ആശ്വാസമേകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 10,000-ങ്ങൾക്ക് സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇപ്പോൾ SYSലും SSFലും ഒക്കെ അണിനിരന്നവരാണ്. ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ SSFുകാരും SYSകാരും തന്നെ ഉള്ളത്, അല്ലെ? പ്രായം കൊണ്ട് ചിലപ്പോ ഒരു 70-80 ഒക്കെ ആയവരുണ്ടെങ്കിൽ പോലും ഒക്കെ SSFന്റെ SYSന്റെ ആളുകൾ തന്നെയാണ്. 75-80 ആയ ആളുകൾക്ക് SSFന് മെമ്പർഷിപ്പ് എടുക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. SSFന് മെമ്പർഷിപ്പിന് ഒരു പ്രായപരിധിയുണ്ട്. എന്നാൽ SYSന്റെ മെമ്പർഷിപ്പിന് യാതൊരു പ്രായപരിധിയും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. SYSന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ മരണം വരെയാണ്. 18 വയസ്സ് മുതൽ 90, 95, 100 വയസ്സ് വരെ ജീവിച്ചാലും SYSന്റെ പ്രവർത്തകനായി തന്നെ പ്രവർത്തിക്കാം. കാരണം നമ്മുടെ SYS എന്ന് പറയുന്നത് കേവലം യുവാക്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല, മറിച്ച് യുവാക്കളെയും ബഹുജനങ്ങളെയും കൂട്ടിയിണക്കി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, സമസ്തക്ക് ഖിദ്മ ചെയ്യാൻ, ഉലമാക്കൾക്ക് ഖിദ്മ ചെയ്യാൻ വേണ്ടി മഹാന്മാരാൽ സ്ഥാപിതമായിട്ടുള്ള സംഘടനയാണ് നമ്മുടെ SYS. ബഹുമാനപ്പെട്ട ആരിഫീങ്ങളും ഔലിയാക്കളും നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണിത്. മാത്രമല്ല, ഏത് കാലത്തും അതിന് നേതൃത്വം കൊടുത്ത സ്റ്റേറ്റ് നേതാക്കളെയും ജില്ലാ നേതാക്കളെയൊക്കെ നോക്കിയാൽ എല്ലാ കാലത്തും ഒരു 40 വയസ്സ് കഴിഞ്ഞവര് തന്നെയാണ് അതിന്റെ ഔദ്യോഗിക നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ താഴെ പ്രായമുള്ളവര് ജില്ലാതലത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലോ ഒക്കെ നേതൃത്വമായി വരിക എന്നത് വളരെ അപൂർവം സംഭവങ്ങളാണ്. അപ്പൊ ഒരു 40 കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തേക്ക്, വലിയ ഉയർന്ന സംഘടനാ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അവര് ആ സേവനം ഒരു 2, 3, 10 ഒക്കെ പതിറ്റാണ്ടുകൾ തുടർന്നു പോവുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ആ സേവനത്തിലൂടെ അവർക്ക് മരിക്കാൻ കഴിയുന്നു. ഏറ്റവും വലിയൊരു ഭാഗ്യം നമ്മുടെ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് SBSകാരനായി ദീനീ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. കേവലം 12, 13 വയസ്സിൽ സുന്നി ബാലസംഘത്തിന്റെ പ്രവർത്തകനായി, SBSന്റെ പ്രവർത്തകനായി മെമ്പർഷിപ്പ് എടുത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ ആ കുട്ടികൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്നുയർന്ന് SSFലേക്ക് വന്ന് പിന്നീട് അവർ SYSലേക്ക് വന്ന് മരിക്കുന്ന സമയത്തൊരു ദീനീ ഖാദിമായി, സുന്നത്ത് ജമാഅത്തിന്റെ സേവകനായി മരിക്കാൻ സാധിക്കുന്നു. ഇത് വലിയൊരു അനുഗ്രഹമാണ്, ചെറിയ വിഷയമല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നാട്ടിൽ എത്രയോ ആളുകൾ ഉണ്ടാവും. എല്ലാവരും SSFകാരാണോ? ആണോ? എല്ലാവരും SYSകാരാണോ? ആണോ? ആണോന്ന്? ആവോ? ആവൂല്ല. എല്ലാവരും SYSും SSFും ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് നടക്കാൻ സാധ്യതയില്ല. ആഗ്രഹിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നന്നാവണം തന്നെയല്ലേ ആഗ്രഹിക്കേണ്ടത്. അദ്ദീനു വന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ് എന്നല്ലേ അല്ലാഹു റസൂൽ പറഞ്ഞത്. എല്ലാവർക്കും ഗുണകാംക്ഷ വേണം, എല്ലാവരോടും ഗുണകാംക്ഷ വേണം. എല്ലാവരും SYSും എല്ലാവരും SSF ഒക്കെ ആവണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചു എന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ നടന്നോളുന്നില്ല. SYS ആവാൻ സാധിക്കുക, SSF ആകാൻ കഴിയുക, SBSകാരനാവാൻ കഴിയുക എന്നത് അള്ളാഹു തിരഞ്ഞെടുത്തവർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ചെറിയ കാര്യമല്ല. ഏത് നാട്ടിലും ഒരു 10 SSFകാരുണ്ടായാല് വേറിട്ടൊരു സമൂഹം ഉണ്ടാവും, അല്ലെ? വേറിട്ട ഒരു സമൂഹം, സംസ്കാര സമ്പന്നരായ ധർമ്മനിഷ്ഠരായ ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ടാവും SSF ഇവിടെ ഉണ്ടെങ്കിൽ. SSF ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഭാഗത്തെ ഇവിടെ കാണാൻ കഴിയും. ഏത് നാട്ടിലും SSF ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഭാഗത്തെ കാണാൻ കഴിയും. അതില്ലേ, ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കാരാക്കുസായി. ഇവിടെ എന്താ പറയാ? കോച്ചറായിനോ, കൈസാടുന്നോ, എന്ത് പറഞ്ഞാലും ശരി ആ ഒരു ടീം ഉണ്ടാവും നാട്ടിലൊക്കെ. ഞാൻ എന്റെ നാട്ടിൽ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. അവിടെ SSF എന്ന് പറഞ്ഞൊരു വിഭാഗം കുറച്ച് കുട്ടികളുണ്ട്. ഓല വേർതിരിച്ചിട്ട് കാണാൻ കഴിയും. ഓല സംസ്കാരവും വേറെ വേഷവും വേറെ സ്വഭാവവും ഓല പെരുമാറ്റവും ഓല പ്രവർത്തനങ്ങളൊക്കെ അത് വേറിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. ബാക്കിയുള്ളതൊക്കെ എല്ലാം കൂടി കൂടിയിട്ടൊരു സകല ഗുലാബിയാണ്. ഈ സകല ഗുലാബിക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സകല ഗുലാബി എന്നുള്ള തിരിഞ്ഞില്ലേ?
നീ ചെറുതാക്കി പറഞ്ഞെങ്കിൽ വേദന. അപ്പൊ ഇതിനുള്ള കുഴപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഉണ്ടാവും, എല്ലാ വിഭാഗം ആളുകളും ഇതിലുണ്ടാവും. ക്ലബ്ബുകാരും ഉണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, കുഴപ്പക്കാരുണ്ടാവും, എല്ലാ സൈസും ഉണ്ടാവും. ഇപ്പൊ എന്റെ നാട്ടില് ഒരു ടീമുണ്ട്. അവര് പെരുന്നാൾ വരുമ്പോ പെരുന്നാളിന്റെ വലിയ പരിപാടി നടത്തും, ആഘോഷം, വലിയ ആഘോഷ പരിപാടി. ഓണം വരുമ്പോഴും അവരെന്നെ, ക്രിസ്മസ് വന്നാലും പോലെ തന്നെ, എലക്ഷൻ കഴിഞ്ഞാൽ പ്രകടനം നടത്തുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ എന്ത് വിഷയം ഉണ്ടെങ്കിലും അവരെന്നെ, ഇവരെന്നെ എല്ലാ സംഗതിക്കും ഉണ്ടാവുക. പിന്നെ SSFനെതിരെ വേറൊരു പേരിട്ട് കണ്ട് വരാനുള്ളത് പോലെ തന്നെ. എന്റെ അഡ്രസ് ഞാൻ പറയുന്നത്, അതായത് എല്ലാ സംഗതിക്കും പോലെ തന്നെയാണ്. ക്ലബ് ഉണ്ടാക്കാൻ പോലെ തന്നെ, ഇലക്ഷൻ വരുമ്പോ പ്രചരണം നടത്താൻ പോലെ തന്നെ, പിന്നെ അതിന്റെ പടക്കം പൊട്ടിക്കാൻ പോലെ തന്നെ, ആലിമീങ്ങളെ തെറി വരാൻ പോലെ തന്നെ, എല്ലാ സംഗതിക്കും അവർ തന്നെയാണ്. അടുത്ത ദിവസം ഇവരെല്ലാം കൂടിയിട്ട് ഒരു ഗാനമേള നടത്തും. എന്റെ നാട്ടിൽ, ഞാനത് നാട്ടിലില്ല, ഗാനമേള നടത്തി. പെൺകുട്ടികളെ കൊണ്ടുവന്ന് 10-16 വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഗാനമേള നടത്തി. ഗാനമേള സംഘടിപ്പിച്ചപ്പോ നാട്ടിലെ ചില കാരണന്മാർക്ക് അതിലൂടെ എതിർപ്പ്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് എതിർപ്പുണ്ടാവുമല്ലോ, ധാർമ്മിക ബോധമുള്ള, ദീനീ ബോധമുള്ള കാരണന്മാർക്ക്. അപ്പൊ അവര് ഈ കുട്ടികളെ ഉപദേശിച്ചു. മദ്രസയിലെ സദറുസ്താദും ഒന്ന് ഉപദേശിച്ചു. സദറുസ്താദ് നമ്മളെ സുന്നിയൊന്നുമല്ല, അത് സംസ്ഥാനക്കാരനാ. അയാൾ ഉപദേശിച്ചതിന്റെ പേരിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ കോച്ചറായി കുട്ടികളെല്ലാം കൂടിയിട്ട് ഈ പിന്നെ ഒരു കൂട്ടം രക്ഷിതാക്കളും കൂടിയിട്ട് സദറിനെ തല്ലാൻ വന്നു. എന്തിന്? സദർ ഈ ഗാനമേളക്കെതിരെ കുട്ടികൾ ഉപദേശിച്ച കാരണത്താൽ, വേറൊന്നുമില്ല. 9 കൊല്ലത്തെ സർവീസുള്ള സദറുസ്താദാ. മാത്രല്ല ആ സദറുസ്താദിനെ കൊടന്നത് പോലെ തന്നെയാണ്, നമ്മള് കൊടന്നതുമല്ല. എല്ലാരും കൂടി മദ്രസ ആയതുകൊണ്ട്, നമ്മളും അവരെല്ലാം കൂടി സഹകരിച്ചു പോണ മദ്രസ ആയതുകൊണ്ട് സദറുസ്താദിനെ കൊടന്നു. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. 8 കൊല്ലം അങ്ങനെ സദറുസ്താദ് സേവനം ചെയ്തു. ഈ കുട്ടികളെല്ലാം കൂടിയിട്ട് ഗാനമേള സംഘടിപ്പിച്ചപ്പോ സദറുസ്താദിനെ എതിർത്തതിന്റെ പേരിൽ പിന്നെ ഈ സദറിനെ തല്ലണം, കൊല്ലണം എന്ന് പറഞ്ഞിട്ട് വരികയാണ് കുറച്ച് കാരണന്മാരോട് കൂടിയിട്ട്. അവസാനം ഒരു മസ്ലഹത്ത് ഉണ്ടാക്കി. എന്താ മസ്ലഹത്ത് അവസാനം പറഞ്ഞു നോക്കുമ്പോ, പെൺകുട്ടികളെ കൊടന്ന് ഇനി പരിപാടി നടത്തേണ്ട, ബാക്കി എന്തും നടത്തിക്കോളിന്നാക്കി. ഇനിയിപ്പോ ഏത് സിനിമാ നടന്മാരെ കൊടന്ന് നടത്താനും വേറെള്ളതിനൊക്കെ സമ്മതമായി മാറി. ഇങ്ങനെ നാട്ടിലെ കുറച്ച് കാരണന്മാരോട് ഉണ്ടായാൽ പിന്നെ കുട്ടികൾക്ക് നല്ല വളവുമായി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ ഒന്നും പങ്കുചേരാതെ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടുനിന്ന്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിന്റെ യാമങ്ങളിൽ, രാത്രികളിൽ, നിശയുടെ നിശബ്ദതകളിൽ, സുഹൃത്തുക്കളെ, 20ഉം 25ഉം വയസ്സുള്ള ചെറുപ്പക്കാരായ SSFകാരായ കുട്ടികൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളിൽ ഇത്തികാഫ് ജൽസ സംഘടിപ്പിച്ചില്ലേ? ഇതിന് നിസ്സാര സംഗതിയായിട്ട് കാണുന്നുണ്ടോ? ഏത് കാലത്താണ് ഇത് നടത്തുന്നത്? ഏത് കാലത്തായി കുട്ടികൾ ഇത് ചെയ്യുന്നത്? ഫുട്ബോളിന്റെ ആരവം, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്നാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ, ലൈലത്തുൽ ഫൈനലി ഖൈറും മിൻ എത്രയാ അൽഫ് സന എന്ന് വേണമെങ്കിൽ പറയും നമ്മുടെ ചെറുപ്പക്കാര്. ആ നിലക്ക് ആരവത്തിന്റെ ദിവസമായിരുന്നു ലോകകപ്പിന്റെ ഫൈനല്. ആ ഫൈനലിന്റെ ദിവസം പോലും അതിലേക്ക് ചെവി കൊടുക്കാതെ, കണ്ണു കൊടുക്കാതെ, സമയം കളയാതെ രാത്രിയിലെ യാമങ്ങളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഭവനങ്ങളിൽ പോയി ഇഅ്തികാഫ് ജൽസ നടത്തി, പരിശുദ്ധ ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും കൂട്ടുകാർക്കും ഒക്കെ വേണ്ടി ഫാത്തിഹ ഓതി, ഖുർആൻ ഓതി, യാസീൻ ഓതി, ദുആ ചെയ്ത, തസ്ബീഹ് നിസ്കരിച്ച SSFന്റെ പ്രവർത്തകരില്ലേ? അല്ലാഹു അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളെ നവറല്ലാഹു മർത്തദഹു മഹാനവറുകളെ SSFന്റെ തിരൂരങ്ങാടി ധർമ്മപുരി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് 3 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട്, ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, SSFകാർ അർശിന്റെ തണലിൽ, SSFകാർ അർശിന്റെ തണലിൽ എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാനെന്നൊരു വളണ്ടിയറാണ്, 313 ലജ്നത്തുൽ ഇബാദത്തിൽ ഒരു മെമ്പറാ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കരുതി, പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നമ്മളായിട്ടുണ്ടോ? നമ്മളൊക്കെ അർശിന്റെ തണലല്ലേ പറയുന്നത്, അപ്പൊ നമ്മൾ അതിനകത്തൊക്കെ ആയിട്ടുണ്ടോ എന്ന് ഞാൻ എന്റെ മനസ്സിൽ കരുതിപ്പോയി. നമ്മളെ തായ്മ കൊണ്ടും വിനയം കൊണ്ടും നമ്മൾ അങ്ങനെ കരുതിപ്പോയതാണ്. അള്ളാഹു നമുക്കൊക്കെ അർശിന്റെ തണലിൽ തരട്ടെ.
എന്നാലൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ലോകകപ്പിന്റെ ആരവങ്ങൾക്കിടയിലും പ്രിയപ്പെട്ടവരെ, അശ്ലീലമായ എല്ലാ ആഭാസങ്ങൾക്കിടയിലും രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇത്തികാഫിരിക്കുന്ന SSFന്റെ പ്രവർത്തകർക്ക് അർശിന്റെ തണല് കിട്ടാൻ അർഹതയില്ലേ? അള്ളാഹുവേ, നീ അർശിന്റെ തണല് കൊണ്ട് ആ സുഹൃത്തുക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ചെറുപ്പക്കാർ ഇന്ന് ഏത് കാലത്താ ഉള്ളത് എന്ന്. കയ്യിൽ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഏതും ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്ന, അതേ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബുർദ ബൈത്ത് ചൊല്ലുന്ന, അതേ ഫോണിൽ തന്നെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി മനഃപ്പാഠമാക്കുന്ന SSFന്റെ പ്രവർത്തകന്മാർ, അവർക്ക് അല്ലാഹു എത്ര വലിയ ഭാഗ്യമാണ് നൽകിയിരിക്കുന്നത്. എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, സഹോദരങ്ങളെ, ഈ മാർഗത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു തന്നു എന്നതും ചെറിയ കാര്യമാണോ? ചെറിയ വിഷയമാണോ? സ്വർഗത്തിന്റെ വഴിയിലേക്കല്ലേ അള്ളാഹു നമ്മളെ വഴി നടത്തി തന്നിരിക്കുന്നത്? സ്വർഗത്തിന്റെ വഴിയിലേക്കല്ലേ അള്ളാഹു നമ്മളെ എത്തിച്ചു തന്നിരിക്കുന്നത്? ഇനി ഈ വഴിയിൽ നിന്ന് പിന്മാറി നമ്മൾ പുറകോട്ട് പോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ നാട്ടിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗാനമേള നടത്താനും അതിന്റെ നേതൃത്വം കൊടുക്കാനും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അടുത്ത ദിവസം ചമ്മാട് പരിസരത്ത് വെച്ച് ആക്സിഡന്റിൽ വലിയ പരിക്ക് പറ്റി ബോധം നഷ്ടപ്പെട്ട് ഇപ്പോ പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലാണ്, അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഗാനമേളക്കും കൂത്താട്ടത്തിനും നേതൃത്വം കൊടുത്ത ആ വിഷയത്തിലൊക്കെ വളരെ മുൻപന്തിയിൽ നിന്ന ആളാണ്. സദർ ഉസ്താദിനെ തല്ലാൻ പോയ കൂട്ടത്തിലൊക്കെ ഉള്ള ആളാണ്. കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിക്കുക. അള്ളാഹു ആ ചെറുപ്പക്കാരന് മാപ്പ് കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരന്റെ രോഗം അള്ളാഹു ഷിഫിയാക്കട്ടെ, ബോധം അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. ഞാനിത് എന്തിനാ എടുത്തു പറഞ്ഞത്? നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ഈ സൈസ് ആളുകൾ, എല്ലാ നാട്ടിലും ഉണ്ടാവും അല്ലെ? ഉസ്താദന്മാരെ കാണുമ്പോൾ അവഹേളിക്കുന്ന, മുതിർന്നവരെ കാണുമ്പോൾ അവഹേളിക്കുന്ന, ഏത് വലിയവരെയും നിസ്സാരപ്പെടുത്തുന്ന, ആരെയും പേടിക്കാത്ത ഒരു തരം ടീം അവര് എല്ലാ നാട്ടിലും ഉണ്ട്. ഈ നാട്ടിലായിട്ട് ഇപ്പൊ അതില്ലാതിരിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. എല്ലാ നാട്ടിലും ഉണ്ടാകാൻ എല്ലാ സാധ്യതയും. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മളെ ചോരത്തിളപ്പിൽ, നമ്മളെ യൗവനത്തിന്റെ തിളപ്പിൽ നമ്മൾ അവിഹിതമായിട്ട്, അനധികൃതമായിട്ട്, അരുതായ്മ നമ്മൾ ചെയ്തു പോയാൽ അതിന്റെ ഗതികേട്, ഇതിന്റെ ദുരന്തം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ മറ്റുള്ളവർ കാണുന്ന നിലയിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമുക്കൊരു പാഠമാകണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയങ്ങളുമായി, സുന്നത്തി ജമാഅത്തിന്റെ സംഘടനകളുമായി പരമാവധി സഹകരിച്ച് ദീനീ ഖിദ്മ ചെയ്യാൻ നമ്മളൊക്കെ സമയം കണ്ടെത്തുക. അല്ലാഹുവേ, ഇനിയും ഞങ്ങൾക്ക് അവസരം നിങ്ങൾ നൽകണേ അല്ലാ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറ്റെല്ലാ വിഷയങ്ങളെക്കാളും പ്രാധാന്യത്തോടുകൂടി ജനസേവനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് SYS-ഉം SSF ഒക്കെ മുന്നോട്ട് പോകുന്നത്. എന്റെ യുവാക്കളെ, കൂട്ടുകാരെ, നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള ആ ആരോഗ്യവും ഒഴിവ് സമയവും നമ്മുടെ കഴിവും അല്ലാഹു പൊരുത്തപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. SSF-ന്റെയോ SYS-ന്റെയോ രംഗത്ത് വന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള, സാധുക്കൾക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കുക. ഏതെങ്കിലും ഒരാളുടെ ഒരു ചെറിയ വിഷമമെങ്കിലും നീക്കിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബത്തൻ മിൻ ഖുറബിദ് ദുനിയാ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമായ മനുഷ്യന് ഏതെങ്കിലും വിധത്തിൽ ഒരു വിഷമം ഒരാൾ നീക്കിക്കൊടുത്താൽ പാരത്രിക ലോകത്തെ അവൻ അനുഭവിക്കുന്ന, യൗമുൽ ഖിയാമത്തിൽ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് ദൂരീകരിച്ചു കൊടുക്കും. മാത്രമല്ല, വമൻ യസ്റ അലാ മുഅ്സിരിൻ, വിഷമം അനുഭവിക്കുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആശ്വാസം നൽകിയാൽ യസ്റല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആവുന്ന നിലക്ക് ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരിക. നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം സാധുക്കൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനൊരു പാവപ്പെട്ടവന്റെ വിഷമം നീക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരു റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടി നടക്കുകയാണെങ്കിൽ, സാന്ത്വനത്തിന്റെ കൂപ്പൺ കളക്ഷനുമായി നടക്കുകയാണെങ്കിൽ, റമദാൻ 27 രാവിനോ അതല്ലെങ്കിൽ റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ചയോ SYSന്റെ സാന്ത്വനം ഫണ്ട് പിരിവുണ്ടാവും, സാന്ത്വനം കളക്ഷൻ. ആ സാന്ത്വനം കളക്ഷൻ അതിന്റെ കൂപ്പണുമായി, അതിന്റെ റെസീപ്റ്റുമായി ഒരാൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ അവന് കിട്ടാനുള്ള കൂലി എത്രയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിൻ ഇഅ്തികാഫി 10 സിനീൻ, 10 കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഖൈറായതാണ്. എത്രയാ പറഞ്ഞത്? ഒരു ദിവസമല്ല, 10 ദിവസമല്ല, 10 മാസമല്ല, 10 കൊല്ലം. 10 കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഖൈറായതാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ, ഒരു ബുദ്ധിമുട്ടനുഭവിക്കുന്ന മനുഷ്യന്റെ, ഒരു സഹോദരന്റെ, ഒരു സഹോദരിയുടെ വിഷമം നീക്കിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് നബിയുനാ റസൂലുള്ളാഹി. അതേ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ തുടർന്ന് പറയുന്നു, മൻ ഇഅ്തഖഫ യൗമൻ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഒരൊറ്റ ദിവസം ഇഅ്തികാഫിരുന്നാൽ ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി സലാസത ഖനാദിഖ, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല 3 ഖനാദിഖുകളെ സൃഷ്ടിക്കും, 3 വലിയ ഘടകങ്ങളെ അല്ലാഹു സൃഷ്ടിക്കും. ആ നരകത്തെ തൊട്ട് അവൻ അത്രയും ദൂരത്താകും. ആ ഓരോ കിടങ്ങുകളും എത്രയാണ് നിന്റെ അകലം? റസൂലുള്ളാഹി പറയുന്നു, കുല്ലു ഖന്ദഖിൻ അബ്അദു മിമ്മാ ബൈനൽ ഖാഫിതൈൻ, ഓരോ കിടങ്ങുകൾക്കിടയിലുമുള്ള ദൂരം എത്രയാണെന്നോ അത് ചക്രവാളങ്ങൾക്കിടയിലുള്ള ദൂരമാണ്. അല്ല, ചക്രവാളങ്ങളെക്കാൾ അധികമാണ്. ചക്രവാളങ്ങളെക്കാൾ അധികം നീണ്ടുകിടക്കുന്ന 3 ഖനാദിഖുകൾ ദൂരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നരകത്തെ തൊട്ട് ദൂരത്താക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വിഷമം നീക്കി കൊടുക്കാൻ പ്രവർത്തിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട യുവാക്കളെ, ഇവിടെയാണ് നമ്മൾ SYSനെയും SSFനെയും ഉപയോഗം സ്വർഗത്തിലെ നറുക്കെടുക്കുള്ളൂ. സ്വർഗത്തിന് നറുക്കെടുക്കണ കുറി കൂടുവങ്ങൾ ചോദിച്ചിട്ടാണ് കുണ്ടൂർ ഉസ്താദ് കലക്ഷൻ ഇറങ്ങിയ പാവപ്പെട്ടവനെയും കൂട്ടിയിട്ട്. അങ്ങനെ ആര്യാമാരെ വീട് കയറി ഇറങ്ങിയിട്ട് ഇയാൾക്ക് ആവശ്യമായത് സംഘടിപ്പിച്ചു കൊടുക്കും. കുട്ടികളെ കെട്ടിക്കാനുള്ള പണ്ടം, രോഗചികിത്സയ്ക്കുള്ള കാശ്, ഇങ്ങനെയുള്ള ഓരോ സംഗതികളും അവിടെ നിന്ന് ആളുകളെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങും. ഇറങ്ങി പോകാൻ സമയമില്ലെങ്കിൽ പറയും, 8 ദിവസം കഴിഞ്ഞിട്ട് വരിയെന്ന് പറഞ്ഞിട്ട് വിടും. 8ാം ദിവസം വരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയായിരുന്നു നമ്മുടെ മഹാന്മാരുടെ, ഔലിയാക്കളുടെ ഒക്കെ ജീവിതം. സഹോദരങ്ങളെ, ആ രീതിയിൽ റസൂലുള്ളാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഈ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോവാതെ വിവാഹമില്ല. മദീനത്തെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഈ സഹോദരനെയും കൂട്ടി ഇറങ്ങുന്നു. ആളുകൾ ചോദിച്ചു, എന്താ ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങള് ഇത്തികാഫിരിക്കുമ്പോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇയാളും കൊണ്ട് ഇറങ്ങുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഈ ഖബർ ഷരീഫിൽ കിടക്കുന്ന എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഈ പള്ളിയിൽ 2 മാസം ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ ഖൈറ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ഇറങ്ങി നടക്കലാണ്. അത് ഈ ഹബീബ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെയും കൊണ്ട് ഇറങ്ങി പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നേരത്തെ നമുക്ക് മുഖാമുഖങ്ങളും ഗണന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും പിന്നെ മറുപടിക്ക് മറുപടി, അങ്ങനെയല്ലേ? അങ്ങനെയായിരുന്നു. മറുപടിക്ക് മറുപടിയായിട്ട് ഇങ്ങനെ പോവായിരുന്നു നമ്മൾ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറഞ്ഞു, കുറെ പറഞ്ഞില്ലേ,
കുറെ നമ്മൾ പറഞ്ഞില്ലേ, ആളുകൾക്ക് ബോധ്യപ്പെടാവുന്നിടത്തോളം അപ്പുറമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടില്ല. അവരെ ബോധ്യപ്പെടുത്താൻ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. അങ്ങനത്തെ ആളുകളാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, ചില ആളുകളൊക്കെ നന്നാകണം നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും ഓര് നന്നാവൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ചില ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ന മാതിരി ചില ആളുകളുണ്ട്, അവർക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടൂല. അങ്ങനത്തെ ആളുകൾ ഇനി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നടന്നാല് നമ്മൾ എടുക്കേണ്ട കുറെ പണി ഇവിടെ കിടക്കും. നമ്മൾ എടുക്കേണ്ട കുറെ പണി ഇവിടെ വെറുതെ കിടക്കും. ആരും എടുക്കാണ്ടാവൂല. ദീനിന്റെ സൗന്ദര്യം ആളുകൾ മനസ്സിലാക്കൂല. സാമൂഹിക സേവനത്തിലൂടെ, ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹത്തിന് മുമ്പിൽ, ജനസമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടുന്ന ദീനിന്റെ സൗന്ദര്യ പ്രകടനങ്ങളുണ്ട്. ആ സൗന്ദര്യ പ്രകടനങ്ങൾ ആരും കാണിച്ചു കൊടുക്കാനില്ലാതെയായാൽ, അതല്ലെങ്കിൽ അതേതെങ്കിലും മറ്റ് കക്ഷികൾ, ഏതെങ്കിലും വിദഗ്ധക്കാരോ മറ്റോ അത് ഏറ്റെടുത്ത് നടത്തിയാൽ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനീ സേവനം, പാവപ്പെട്ടവർക്കുടെ സേവനം, അത് നമ്മൾ രണ്ടു മുഖവിലക്കെടുത്തുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ നന്നായി പ്രവർത്തിക്കുകയാണ്. SYSന്റെ 60ാം വാർഷിക സമ്മേളനം വരുന്നു. ഇൻഷാ അല്ലാഹ് 60 കൊല്ലം തികഞ്ഞിട്ടാണ് നമ്മളെ സമ്മേളനം നടത്തുന്നത്, അല്ലെ? 60 കൊല്ലം. 1954 രൂപീകരിച്ച SYS 2014 60 കൊല്ലം പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ 60ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ആ 60ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രമേയം തന്നെ സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം എന്നാണ്. സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം. ഇൻഷാ അല്ലാഹ് യുവത്വം എന്തിന് വിനിയോഗിക്കണം, യൗവനം എങ്ങനെ ചെലവാക്കണം, യുവാക്കളുടെ കർമ്മശേഷി, കർമ്മകുശലത അതെന്തിന് ചെലവാക്കണം എന്ന് തീർത്തും സമൂഹത്തെ പഠിപ്പിക്കുന്ന 20,000-ഓളം സന്നദ്ധ വളണ്ടിയർമാരെ സജ്ജീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ 6,000 വരുന്ന ഗ്രാമങ്ങളിൽ ഇൻഷാ അല്ലാഹ് SYS ഒരു ശക്തമായ മുന്നേറ്റത്തിനൊരുങ്ങുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത് അക്രമത്തിന്റെയല്ല, അത് ചീത്തവിളിയുടേതല്ല, അത് കൊലവിളിയുടേതല്ല, അത് വേണ്ടാത്തരങ്ങളുടേതല്ല, മറിച്ച് സാമൂഹിക സേവനത്തിന്റെ, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ശക്തമായ നീക്കങ്ങളുമായി 20,000-ഓളം വരുന്ന സന്നദ്ധ സേനയുടെ സജീവ പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ കേരളം ഇൻഷാ അല്ലാഹ് ഒരു പുതിയ സേവന സംസ്കാരം കണ്ടു ഉണരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കർമ്മരംഗത്തേക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, ആരുണ്ട് ഇന്നത്തെ ദിവസം നോമ്പുകാരനായി നേരം പുലർന്നവൻ? ഇന്നത്തെ ദിവസം നേരം പുലർന്നപ്പോൾ നോമ്പുകാരനായിട്ടുള്ളവൻ ആരുണ്ട്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് നേരം പുലർന്നപ്പോൾ നോമ്പുകാരനാണ്, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. വീണ്ടും റസൂൽ ചോദിച്ചു, ആരുണ്ട് ഇന്നത്തെ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചവൻ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനയാ റസൂലല്ലാഹ്. വീണ്ടും റസൂൽ ചോദിച്ചു, ആരുണ്ട് ഇന്നത്തെ ദിവസം ഒരു ജനാസയെ പിന്തുടർന്നവൻ? അനയാ റസൂലല്ലാഹ്. വീണ്ടും റസൂൽ ചോദിച്ചു, ആരുണ്ട് ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യന്, ഒരു സാധുവായ മനുഷ്യന് ഭക്ഷണം നൽകിയവൻ? റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പ്രതികരിച്ചു, അനയാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ പാഠമാകട്ടെ. രോഗികളെ സന്ദർശിക്കുന്നതിൽ, രോഗികളെ പരിചരിക്കുന്നതിൽ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ, മുതഅല്ലിമീങ്ങളെയും മിസ്കീന്മാരെയും യതീമക്കളെയും വിധവകളെയും കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിൽ നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. അല്ലാഹുവേ, സിദ്ദീഖ് തങ്ങളുടെ മാതൃക ഞങ്ങൾക്ക് നീ പാഠമാക്കി തരണേ അല്ലാ, ഞങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണേ അല്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരെ അല്ലാഹു തആല ജനസേവനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. ഇന്നലില്ലാഹി ഖൽഖൻ ഖലഖഹും ലിഹവാഹിജിൻ നാസ്. മനുഷ്യരുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി മാത്രമായി അല്ലാഹു തആല പ്രത്യേകം സൃഷ്ടിച്ച വിഭാഗം ആളുകളുണ്ട്. അവരുടെ ആവശ്യങ്ങളുമായി അവരുടെ അടുക്കലേക്ക് അവർ ഓടിച്ചെല്ലും. ഉലൈകൽ അമിനൂന മിൻ അദാബില്ലാഹ്. ആ
അവര് അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയരാണ്. ബഹുമാനപ്പെട്ട സിയും വലിയുല്ലാഹി നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് തുവ്വലല്ലാഹു ഉംറഹു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നവറല്ലാഹു മർഖദഹു റഹ്മത്തുള്ളാഹി അലൈഹി, മഹാന്മാരൊക്കെ പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്, ജനസേവനം ചെയ്തവരാണ്. അവരുടെ പ്രശ്നങ്ങൾ, ആളുകളെ വിഷയങ്ങൾ കേൾക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ഇവർക്ക് സഹായങ്ങൾ ചെയ്യുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഒരു ദിവസം 10,000 അനാഥ മക്കളെ സഹായിക്കുന്നു, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്നു, എത്രയോ വിധവകളെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നു, എത്രയോ ആലിമീങ്ങൾക്ക് സഹായം ചെയ്യുന്നു, എത്രയോ മുത്തഅല്ലിമീങ്ങൾക്ക് സഹായം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇതൊന്നല്ല, 100 അല്ല, 1000 അല്ല, 10,000 ഒരു ദിവസം സന്തോഷിപ്പിക്കുവാൻ, സഹായിക്കുവാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ അവർക്ക് കഴിയുന്നുവെങ്കിൽ എത്ര വലിയ ഭാഗ്യമാണ്. അല്ലാഹുവേ, ഇനിയും തൗഫീഖ് ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞാൻ മുമ്പൊരിക്കൽ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ഉസ്താദിന്റെ അടുത്ത് വരുന്ന മാതിരി ഒന്നും നമ്മുടെ അടുത്ത് വരുന്നില്ലെങ്കിലും നമ്മളടുത്തും വരുമല്ലോ ഈ സാധുക്കള്, അല്ലേ? നമ്മളടുത്തും വരുമല്ലോ, കൈ കാണിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ വരുമല്ലോ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട്. അപ്പൊ അവരെ മടക്കി അയക്കാതെ എന്തെങ്കിലും കൊടുത്ത് വിടാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി ഉസ്താദ് വരക്കണം എന്നൊരു ദിവസം ഞാൻ എപി ഉസ്താദിനോട് പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ ഒരു സംഗതി. നമ്മളടുത്ത് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ട് മടങ്ങിപ്പോകേണ്ട ഒരു ഗതി വന്നാൽ അത് നമുക്കൊരു മോശമാണ്. അള്ളാന്റെ അടുത്ത് നമുക്ക് വലിയ ഒരു മോശത്തരം തന്നെയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ തൗഫീഖ് വേണം എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് അപ്പോഴും ചെയ്തു വെച്ചാൽ ഒരു 500 ഉറുപ്പിക എടുത്തിട്ട് എന്റെ കീശയെ കിട്ടുന്നത് ഇത് അയക്കിരുന്നോട്ടെയാണ്. എന്തിന്? പാവപ്പെട്ടവര് വന്ന് വല്ലതും ചോദിച്ചാല് അവര് ഒന്നും കൊടുക്കാതെ മടക്കി വിടാതെക്കാളെ തൗഫീഖ് ഉണ്ടാകാൻ തോർക്കാൻ പറഞ്ഞപ്പോ അതിലേക്ക് ഒരു 500 രൂപ തന്നിട്ട് ഇത് അതിലിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് തുടങ്ങി തന്നു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. അതിനുശേഷം വരുന്നോലെന്നും ഞാൻ വെറുതെ മടക്കാറില്ല. ഇതൊക്കെ വന്നോളി, ആർക്കും ആവശ്യമുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങൾ എല്ലാരും വന്നോളി, ആരും വെറുതെ വിടില്ല. ഇത്ര തരുന്നൊന്നും ആർക്കും ഒരു ഓഫറും തരാൻ കഴിയില്ലെങ്കിലും എന്തെങ്കിലും നിങ്ങളെ തന്ന് സന്തോഷിപ്പിക്കാതെ വിടൂല. വലിയൊരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് തന്നതാണ്. എന്തെങ്കിലും കൊടുക്കുക. പിന്നെ കിട്ടുന്ന ആളുകൾക്ക് ചെറുത് കിട്ടിയാലും വലുത് കിട്ടിയാലും സന്തോഷിക്കണം. വേണ്ടേ? കിട്ടുന്ന ആളുകൾ വലുത് കിട്ടിയാലും ചെറുത് കിട്ടിയാലും സന്തോഷിക്കണം. വലുത് കിട്ടിയാലേ സന്തോഷിക്കുള്ളൂ എന്ന് ചിന്തിക്കാൻ പാടില്ല. അപ്പൊ ഞാനും പറഞ്ഞു, നിങ്ങൾ ഓർമ്മപ്പെടുത്തും, നമ്മളൊക്കെ അങ്ങനെ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്ത്? ആര് ചോദിച്ചു വന്നാലും നമ്മൾ മടക്കി വിടാതിരിക്കാൻ എന്തെങ്കിലും ഒരു തൗഫീഖ് നമുക്ക് ഉണ്ടാവട്ടെ എന്നൊരു ചിന്ത. ഇപ്പൊ SYS സാന്ത്വനം പരിപാടി, കാരുണ്യ പദ്ധതികളൊക്കെ വന്നല്ലോ. അൽഹംദുലില്ലാ. ഇപ്പോ അതിന്റെ അപേക്ഷകൾ ഇങ്ങനെ നമ്മുടെ അടുത്തേക്കല്ലേ വരുന്നത്. നമ്മളല്ലത് ഇങ്ങനെ ഒപ്പിട്ടുകാണ്ട് പാസ്സാക്കി കൊടുക്കുന്നത്. അൽഹംദുലില്ലാ, എന്തൊരു ഖൈറാണ്. ഉസ്താദ് തന്നാ തൗഫീഖ് അല്ലേ ഇപ്പത്, അല്ലെ? ഉസ്താദിന്റെ ആ ദുആ കൊണ്ട് കിട്ടിയ തൗഫീഖ് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ കിട്ടാൻ ആ തൗഫീഖ്. അപേക്ഷകൾ ഇങ്ങനെ വരുമ്പോഴേ അതിങ്ങനെ ഒപ്പിട്ട് പാസ്സാക്കിയിട്ട് ഓരോരുത്തർക്ക് 5000 10,000 ഇങ്ങനെ പാസ്സാക്കി കൊടുക്കാൻ തൗഫീഖ് ഉണ്ടല്ലോ. അത് ചെറിയ കാര്യമല്ല. അത് ഉസ്താദിന്റെ ആ 500 രൂപേന്റെ വർക്കത്തോട് കിട്ടിയതാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രതിജ്ഞ നമ്മുടെ മനസ്സുകൊണ്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെ സാധുക്കളാണ്, ഞമ്മക്ക് തന്നെ ഒന്നുമില്ല, ഇവര് നമ്മളെന്താ കാട്ടുക. അങ്ങനെയുള്ളവരാണ് കൂടുതൽ ചെയ്യേണ്ടത്. കാരണം റസൂലുള്ള പറയുന്നത് എന്താണ്? നമ്മളെ ആവശ്യങ്ങൾ നിറവേറണോ, നമ്മളെ ബുദ്ധിമുട്ട് നീങ്ങണോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം. നമ്മൾ കൊടുക്കലും വിഷമത്തിലും ആണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. സാമ്പത്തികം സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശാരീരികം സഹായിച്ചോളി, അതിനും കഴിയുന്നില്ലെങ്കിൽ മാനസികം സഹായിച്ചോളി, അഥവാ ഒന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിലും വിട്ടോളി. വരുന്ന ആളോട് തട്ടിക്കേറണ്ട. ഞാൻ എന്നെക്കാൾ പാവാണ്, ഞാൻ എന്നെക്കാൾ മോശാന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം എന്നെക്കാൾ ഇടങ്ങാറാന്ന് പറഞ്ഞിട്ട് അവനും കൂടി അവൻ ഇടങ്ങാറാക്കണ്ട. എന്തില്ലെങ്കിലും നല്ല വാക്ക് സമാധാനം. കലിമത്തു ത്വയ്യിബത്തു സദഖാന്നല്ലേ? നല്ല വാക്ക് പറയലും സദഖയാന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ വരുന്നവരെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിടും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ അഹബ്ബിൽ അഅമാലി ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അഹബ്ബായ, ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹു ഇഷ്ടപ്പെട്ട അമലാകുന്നു. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക. അതെങ്ങനെയുമാകാം, ഏത് നിലക്കുമാകാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ
അത് അഫ്ദലുൽ അമലാണ്, ഏറ്റവും ഖൈറായ ഏറ്റവും അഫ്ദലായ അമലാണ്. റസൂലുള്ളാഹി പറയുന്നു കസൗത ഔറതഹു ഔ അശ്ബഅത ജവഅതഹു ഔ ഖളൈത ലഹു ഹാജതഹു. ഒരു മുഅ്മിനായ മനുഷ്യന് വസ്ത്രം വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ അവന്റെ ഒരു ആവശ്യം നിറവേറ്റി കൊടുത്തു, ഏതെങ്കിലും വിധേന അവനൊരു സന്തോഷം ഉണ്ടാക്കി കൊടുത്താൽ അത് ഏറ്റവും ഖൈറായ അമലാണെന്ന് മാത്രമല്ല, അല്ലാഹു റസൂൽ പറയുന്നു, ഇങ്ങനെ നമ്മളൊരു സന്തോഷം ഒരാളുടെ കൽവിൽ ഉണ്ടാക്കുമ്പോൾ ആ സന്തോഷത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിക്കുന്നു. നമ്മളൊരാൾക്ക് വീടുണ്ടാക്കി കൊടുത്ത അയാൾ സന്തോഷിച്ചു, ഒരു കുട്ടിയെ കെട്ടിക്കാൻ നമ്മൾ സഹായിച്ചു, അയാൾ സന്തോഷിച്ചു, ഒരു നേരം മരുന്ന് വാങ്ങാൻ നമ്മൾ സഹായിച്ചു, അയാൾ സന്തോഷിച്ചു. അങ്ങനെ ഒരു സന്തോഷം ഒരാൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ ആ സന്തോഷത്തിൽ നിന്ന് അല്ലാഹു തആല ഒരു മലക്കിനെ പടക്കുകയാണ്. എന്നിട്ട് ആ മലക്ക് എവിടെ വരുന്നു? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ ഖബറിൽ വരുമ്പോൾ ആ ഖബറിൽ മലക്ക് വരികയാണ്. സുറൂറിൽ നിന്ന്, സന്തോഷത്തിൽ നിന്ന് പടക്കപ്പെട്ട മലക്ക് ഖബറിൽ വരികയാണ്. എന്നിട്ട് ആ മലക്ക് പറയുന്നു, മാ തഅരിഫുനി, നിനക്ക് എന്നെ അറിയുമോ? നിനക്ക് എന്നെ അറിയുമോ എന്ന് ചോദിക്കുന്നു. ഈ മനുഷ്യൻ പറയുന്നു, മന്നന്താ, നീ ആരാണ്? നിന്നെ എനിക്കറിയില്ലല്ലോ. നീ ആരാണ്? നിന്നെ എനിക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ മലക്ക് പറയുന്നു, അനസ്സുറൂറുല്ലദീ അദ്ഖൽതനീ അലാ ഫുലാനിൻ അനൽ യൗമ ഉനിസു വഹ്ശതക വഉലഖിനുക ഹുജ്ജതക വഉസബ്ബിതുക ബിൽ ഖൗലി സാബിത്. നീ ഒരു വീടുണ്ടാക്കി കൊടുത്തുകൊണ്ട്, നീ ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്തുകൊണ്ട്, നീ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട്, നീ ഒരു നേരത്തെ മരുന്നിന് കാശ് കൊടുത്തുകൊണ്ട്, നീ ഒന്ന് തടവി തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ച, സന്തോഷിപ്പിച്ച ആ മനുഷ്യന്റെ സന്തോഷമില്ലേ, ആ സന്തോഷത്തിൽ നിന്ന് പടക്കപ്പെട്ട മലക്കാണ് ഞാൻ നിനക്ക് കൂട്ടുകാരനായിട്ട് ഇവിടെ ഖബറിലുണ്ടാകും. നിന്റെ ഒറ്റപ്പെടലിന് പരിഹാരമായി ഞാൻ നിനക്ക് കൂട്ടുകാരനായിട്ടുണ്ടാകും. നിന്നെ ശിക്ഷ അനുഭവിക്കുമ്പോൾ നിനക്ക് അതിൽ രക്ഷപ്പെടുത്താൻ ഞാൻ ഉണ്ടാകും. നീ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നിനക്ക് ജവാബുകൾ ചൊല്ലിത്തരാൻ, നിന്നെ ഉറപ്പിച്ചു നിർത്താൻ ഞാനുണ്ടാകുമെന്ന് ഈ മലക്ക് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യുവാക്കളെ, ചെറുപ്പക്കാരെ, കൂട്ടുകാരെ, പ്രായമുള്ളവരെ, എല്ലാവരോടും പറയാനുള്ളത്, ഈ നിലക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നന്നായി നമ്മൾ സമയം കണ്ടെത്തുക. അതിന് നല്ല അവസരങ്ങൾ നമ്മുടെ സംഘടനകൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. SYSന്റെ കീഴിലും SSFന്റെ കീഴിലും SMAയുടെ കീഴിലും നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിലും എല്ലാ സംഘടനകളുടെ കീഴിലും ഇതുപോലെയുള്ള സേവനങ്ങൾക്ക് നല്ല അവസരങ്ങളുണ്ട്. അതുപോലെ സ്ഥാപനങ്ങളിൽ നല്ല അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് രംഗത്താണെങ്കിലും ആ രംഗത്ത് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിലൂടെ നമുക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നമ്മുടെ സ്വർഗത്തിന് അവകാശികളാക്കി തരുമാറാവട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. പറയാനുള്ളത് മുസ്ലിയാർ പറയും, ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. മക്കളുടെ പരലോകണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 500 രൂപ. മരണപ്പെട്ട ഭർത്താവിന്റെയും മക്കളുടെയും പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. കാലിന്റെ രോഗം സുഖപ്പെടാൻ ഒരു സ്ത്രീ 100 രൂപ. അവർക്ക് അല്ലാഹു രോഗം ശിഫ നൽകുമാറാകട്ടെ. PT അബ്ദുസ്സലാം 10,000 രൂപ ബഹ്റൈൻ. പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹു അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. കിട്ടാനുള്ള പണം കിട്ടുന്നതിന് ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. അല്ലാഹു അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ. ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ ദുആ ചെയ്യാൻ MP അബ്ബാസ് 5000 രൂപ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൾഫിലുള്ള അദ്ദേഹത്തിന്റെ ജോലിയിലും കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഹലാലായ ഉദ്ദേശം പൂർത്തീകരണത്തിനും ജീവിതവും മരണവും റബ്ബിന്റെ പൊരുത്തത്തിലായിരിക്കാൻ വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 200 രൂപ. അല്ലാഹുവയുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി റാഹത്തും സന്തോഷം നൽകുമാറാകട്ടെ. ആമീൻ. ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യാൻ ഷരീഫ് പാലാഴി 1 ചാക്ക് അരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജോലിയിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാ വർഷവും നമ്മളെ നേർച്ചയിലേക്ക് അരി തരുന്ന ഒരു വ്യക്തിയാണ്. ഗൾഫിലുള്ള അദ്ദേഹത്തിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 100 രൂപ. രോഗം സുഖപ്പെടാൻ വേണ്ടി മറ്റൊരു സഖാഫി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. മാതാപിതാക്കളുടെ പരലോകത്തിന്
മരുമകന്റെ ജോലി ശരിയാക്കി കിട്ടാനും വേണ്ടി ദുആ ചെയ്യാൻ കൊണാറമ്പത്ത് പാത്ത് 150 രൂപ. അള്ളാഹു ആ സഹോദരിയുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഭർത്താവിന്റെ പല്ലവണത്തിൽ ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 100 രൂപ. അള്ളാഹുയുടെ ഭർത്താവിന്റെ ഖബർ സന്തോഷമാക്കട്ടെ. MC അബ്ദുള്ള 2000 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ അള്ളാഹു അവരുടെ ആ സഹോദരന്റെയും എല്ലാ പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാവർക്കും നമ്മുടെ നേർച്ചയിലേക്ക് എന്തെങ്കിലും സംഭാവനകളും നേർച്ചകളൊക്കെ നൽകി നിങ്ങൾക്ക് നൽകിയ കവറിൽ നാളെ ഇവിടെ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നാളെയാണ് നമ്മുടെ പരിപാടിയുടെ സമാപനം. മഗ്‌രിബിന്റെ മുമ്പ് തന്നെ എല്ലാവരും എത്തിച്ചേർന്ന് ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്യാനും മറ്റും സഹകരിച്ച് സഹായിച്ച് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. നാളെ നമ്മുടെ ഉദ്ബോധന പ്രഭാഷണം നടത്തുന്നത് വടശ്ശേരി ഹസൻ മുസ്ലിയാരാണ്. അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ എത്തിച്ചേരാനും നല്ല പ്രഭാഷണം നടത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇനി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നു. നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടുത്തെ ദഅവാ കോളേജിന്റെയും ദർസിന്റെയും സ്കൂളിന്റെയും അതുപോലുള്ള എല്ലാ പരിപാടികൾക്കും ഒരുപാട് ആളുകൾ ഉസ്താദ് ദുആ ചെയ്യും. നമ്മുടെ SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാര്, കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും അസ്ർ നിസ്കരിക്കാൻ ഇവിടെ എത്തിച്ചേരണം. കാരണം ഭക്ഷണം പാക്ക് ചെയ്യാനുണ്ടാവും. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ്. ഇന്ന് നമുക്കറിയാലോ, ഇന്നത്തെ പോലെയല്ല. സമാപന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ 2000-3000 ആളുകൾ സംബന്ധിക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാ വർഷവും ഉണ്ടാകാറുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളത് പ്രതീക്ഷിക്കുന്നു. എല്ലാ ആളുകളും നേരത്തെ തന്നെ എത്തിച്ചേർന്ന് നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളോട് സഹകരിക്കണമെന്ന് ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ ഉമ്മയും ഉപ്പയും അടുത്താണ് മരണപ്പെട്ടത്. മരണപ്പെട്ട് 80ാമത്തെ ദിവസം ഉമ്മയും മരണപ്പെട്ടു. അള്ളാഹു രണ്ടുപേരുടെയും ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അദാബുകളോ ഖബറിൽ അവർ അനുഭവിക്കുന്നെങ്കിൽ അള്ളാഹു എല്ലാം ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് സലാമത്താക്കി കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയ എല്ലാവരെയും കരുതി ഒരു ഫാത്തിഹ ഓതി, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി മഹാനവറുകളെ പ്രത്യേകം കരുതി ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. ഇലാ ഹദ്റത്തി നബിയിനാ ശഫീഇനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അർവാഹി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ മഹത്തായ സദസ്സിലേക്ക് ദുആയിന്റെ മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിലെ ഒരു മര്യാദക്ക് ഒരു സദഖ അതെല്ലാവരും തരിക. ഇൻഷാ അല്ലാഹ് നാളെ സമാപനവും മറ്റു വിഷയങ്ങളൊക്കെയാണ്. ബഹുമാനപ്പെട്ട വടശ്ശേരി ഹസൻ മുസ്ലിയാരുടെ നല്ല വാഴലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പ്രത്യേകം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സദസ്സിലേക്ക് കരുതുന്ന ആളുകൾ സംഭാവന തരിക. ഒരു 10 സ്വലാത്ത് ചൊല്ലി എല്ലാവരും സദസ്സ് الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله صل على محمد يا رب صل عليه وسلم. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أوصل اللهم ثواب قراءتنا بركة دعائنا إلى حضرة نبينا وشفيعنا محمد صلى الله عليه وسلم وإلى أرواح جميع الأنبياء والمرسلين وملائكتك الكرام وأصحاب البدريين والهديين سائر الصحابة أجمعين وأزواج رسول الله صلى الله عليه وسلم وأولاده وعترته وأهل بيته وجميع ذرياته وإلى أرواح جميع الأولياء والعلماء والشهداء والصديقين والصالحين خصوصا إلى حضرتي خجا إلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني وإلى حضرة سلطان العارفين أحمد الكبير الرفاعي وإلى حضرة خواجة معين الدين الجستي الأجميري وإلى حضرة مولى الدبيلة قطب الزمان السيد الأبي المنبرمي وإلى حضرة شيخنا وملجئنا سيم المروري وإلى حضرة تاج العلماء سيد عبد الرحمن البخاري وإلى حضرة عاشق الرسول الشيخ عبد القادر الكندوري وإلى حضرة أستاذ الأساتذة زين الدين بن علي حسن المخزومي إلى أرواح جميع أوليائك وعلماء دينك وجميع أهل الخير كلهم. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وأفض علينا وعلى من ماتوا منا من فيوضاتهم وبركاتهم يا رب العالمين. اللهم إلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقربائنا اللهم اغفر لهم وارحمهم واعف عنهم وعافهم واجمع بيننا وبينهم في دار السلام. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم اجعلنا وإياهم ممن رضيت عنهم ورضي عنهم شهر رمضان. اللهم اجعلنا وإياهم من السعداء المقبولين ولا تجعلنا ولا إياهم من الأشقياء المطرودين. اللهم وفقنا لما تحبه وترضى اجعلنا من عبادك الصالحين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة. ഞങ്ങൾക്ക് നൽകിയ
ദാനങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലികളിൽ, കൃഷികളിൽ, കച്ചവടങ്ങളിൽ എല്ലാറ്റിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാ വിഷമങ്ങളും നീക്കിത്തരണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. ഹൈറായ വഴികളൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ രോഗികൾ പലരുമുണ്ട്, പല വിഷമങ്ങളുള്ള രോഗികളും ഉണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഇടങ്ങാറാക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്കും അവർക്കും നീ നൽകല്ലേ അല്ലാ. സലാമത്താക്കണേ അല്ലാ. പടച്ചവനെ, ദീന് പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്, ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്. നീ ക്ഷമ നൽകണേ അല്ലാ, നീ ക്ഷമ നൽകണേ അല്ലാ. ഫലസ്തീനിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, അവിടെ പൊരുതുന്ന മുഅ്മിനീങ്ങൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, നീ ക്ഷമ നൽകണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ. മലായികത്തിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരുടെ മദദ് നൽകണേ അല്ലാ. അവരുടെ ശത്രുക്കളെ നീ പിന്തിരിപ്പിക്കണേ അല്ലാ. ആ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, യഹൂദി നസാറാക്കൾ, പടച്ചവനെ, അവരെല്ലാ ശർറിൽ നിന്നും ഈ സമുദായത്തെ നീ കാക്കണേ അല്ലാ. എല്ലാ മുസ്ലിം ലോകത്തെയും നീ കാക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, മറ്റെല്ലാ കഫറത്തിന്റെ ശർറുകളെ തൊട്ടും ഞങ്ങളെയും എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. എല്ലാ വലമത്ത്, ഫസഖത്ത്, മുബത്തദിയത്ത്, സിയാസിയത്തിന്റെ എല്ലാ ശർറുകളിൽ നിന്നും എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾ